ഈ രണ്ട് പോർഷൻസിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ഇനിതേ ഈ കാണും ഈ സാധനം കണ്ടോ, ഇതെന്താണ് സംഗതി? നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? സ്പെയർ വീലിൻ്റെ കഴിഞ്ഞും അതിൻ്റെ അടിയിലിരിക്കുന്ന സാധനമാണ് ഇതിൽ ഏറ്റവും വലിയ രസമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ കേട്ടോ എങ്ങനെ മസാജിങ് വേണമെന്നുള്ള ഷോൾഡർ മസാജ് മാത്രം മതി. അതായത് ഈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക സീറ്റ് അനങ്ങുന്നത് കണ്ടോ. അതായത് നമ്മുടെ സെൻറ്റർ നോബിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് വരും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഞാൻ തൊട്ടത് പോലുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഓഫ്. ഇതാണ് ഈ സീറ്റിൻ്റെ അടിയിലെ ടെക്നോളജികൾ. നമുക്ക് ജസ്റ്റ് DSG ഗിയർ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും നിങ്ങളിത് കാണുമോ? കണ്ടോ? ഇതാണോ അങ്ങനെ വിജയകരമായി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട് പാർക്കിംഗ് എന്നുള്ളത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഏറ്റവും പുതിയ സ്കോഡ കോഡിയാക്കാണ്. സ്കോഡ ലൈനപ്പിൽ തന്നെ പ്രീമിയം സെഗ്മെന്റിലുള്ളൊരു വാഹനമാണ് ഈ കോഡിയാക്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള തിക്ലി പാക്ഡ് വാഹനമാണ്. ഞാൻ തന്നെ ഈ വാഹനം കുറേ നേരം ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി. അതായത് ഒരുപാട് സിംപ്ലി ക്ലെവർ ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു കോഡിയാക്കിൻ്റെ വീഡിയോ ആണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന കുഞ്ഞു പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കണ്ണ് പിടിക്കുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിലാണ്. പക്ഷേ ഹെഡ്ലൈറ്റ് യൂണിറ്റിലല്ല പ്രധാനമായിട്ട് വരുന്നത്, ഇതിൻ്റെ DRLൻ്റെ കണക്ഷനാണ്. അത് ഈ വരുന്ന DRL ഇതിലേ ഇങ്ങനെ കയറിയത് ഇതിലേ ഇങ്ങനെ പോയി ഇവിടെ വന്ന് കണക്ട് ചെയ്യും. അതായത് പോർഷൻ ബൈ പോർഷനിലാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ ഇത്രയും പോർഷൻസിലാണ് ഇതിൻ്റെ DRL കത്തുന്നത്. അത് തന്നെ കാണാൻ നല്ല കിടു ലുക്കാണ് ഫസ്റ്റ് കാര്യം. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഗ്രില്ല് എല്ലാത്തിലും കോമൺ ആയിട്ട് തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഗ്രില്ല് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ്ലൈറ്റിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു പോയേക്കാം. മേളിൽ വരുന്ന ഹൈയും ലോയും വരുന്ന പ്രൊജക്ടർ ലൈറ്റ് തന്നെയാണ്. താഴെയും വരുന്ന ഹൈന് വരുന്ന ഒരു പ്രൊജക്ടർ ലൈറ്റാണ്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ഏതെങ്കിലും രീതിക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് പുവർ വെതർ ആണെങ്കിൽ, അതായത് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഓടിക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്തൊരു സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ലേസർ ലൈറ്റ് പോലത്തെ ലൈറ്റ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. നോർമൽ LEDs തന്നെയാണ് ഇവിടെ വരുന്ന ലേസർ ലൈറ്റ് പോലെ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു എയർ കർട്ടൻ കാണാൻ സാധിക്കും. ഒരു ആക്റ്റീവ് എയർ കർട്ടൻ തന്നെയാണ്. നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഇവിടെ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസർ കാണാൻ സാധിക്കും. 1 2 3 4 5 6 അങ്ങനെ 6 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ടിൽ തന്നെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അഡാസിൻ്റെ റഡാർ യൂണിറ്റ് കാണാൻ സാധിക്കും. പക്ഷേ ഇത് ആക്ടിവേറ്റഡ് അല്ല. ഇതിൽ യൂണിറ്റ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം അറിയില്ല. എന്നാൽ ഇതിന് അഡാസ് ഫീച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം റഡാർ യൂണിറ്റും മേളിലൊരു ക്യാമറ യൂണിറ്റിൻ്റെ പ്രൊവിഷനും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുന്നു അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ എല്ലാം വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലായതുകൊണ്ട് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ ചിലപ്പം കമ്പനി ഉദ്ദേശിക്കുമായിരിക്കും. ഇതൊക്കെ ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ താഴെ ആക്റ്റീവ് വെൻറ്റുകൾ കാണാൻ സാധിക്കും. അതായത് എപ്പോഴാണോ ആവശ്യം വരുന്നത് അന്നേരം അതിൻ്റെ ഷട്ടേഴ്സ് തുറന്ന് അകത്തോട്ട് എയർ എടുക്കുകയും അല്ലാത്ത സമയത്ത് അത് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ അതും ഒരു കാരണം തന്നെയാണ്. ചെറിയൊരു സ്കിഡ് പ്ലേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഫ്രണ്ടിലത്തെ പോർഷൻ ഹുഡ് ഏരിയ നമുക്ക് കാണുമ്പോഴത്തേക്കും കുറേ ഡിസൈൻസ്, അതായത് കുറേ ക്യാരക്ടർ ലൈൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോഡയുടെ ലോഗോ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു സിൽവർ ഫിനിഷിലാണ് എല്ലാം വരുന്നത്. അതായത് ഗ്രിൽസ് ആണെങ്കിലും ഈ ഭാഗങ്ങളെല്ലാം വരുന്നൊരു സിൽവർ ലൈനിലാണ്, ക്രോം ഫിനിഷിൽ അല്ല. സൈഡിലെ കാഴ്ച കാണുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അലോയ് വീൽ കാണാൻ സാധിക്കും. അലോയ് വീൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോയ് വീൽ തന്നെയാണ്. പക്ഷേ ഇതൊരു എയറോ ഇൻസേർട്ട് വരുന്ന ടൈപ്പാണ്. എയറോ ഇൻസേർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുമ്പോഴത്തേക്കും അടിപൊളി ഫീൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ചെറിയൊരു ഇത് പോരാ, ഒരു അലോയ് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട് പലർക്കും. ഇത് ശരിക്കും നമ്മുടെ എയർ കട്ടിങ്ങിന് വേണ്ടിയിട്ടും മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഈ എയറോ വീൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം. ഇത് വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതുപോലെ നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ നമുക്ക് ലോഗോ ഇവിടെ തന്നെയാണ് വരുന്നത്. ലോഗോയും കൂടെ പിന്നെ പുറത്തോട്ട് പോകും അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ടയർ സൈസ് വരുന്നത് 235 55 618 ആണ്. അതായത് 18 ഇഞ്ചിൻ്റെ ടയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ SUVയുടെ രീതി കാണിക്കാൻ വേണ്ടി നല്ലൊരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ അത് താഴത്തെ റണ്ണിങ് ബോഡി കൂടെ അങ്ങറ്റം വരെ പോകുന്നുണ്ട്. കുറേ കൂടെയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്വസ്റ്റ് സ്വിച്ച് വരുന്നത്
ടച്ചാണ് നമുക്കിവിടെ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് നമുക്ക് എല്ലാ ഡോറിലും കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ ആണോ നമുക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും കൊടുത്ത പൈസയ്ക്കുള്ളൊരു മുതൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. ഭയങ്കര വലിയ സൈസാണ്. കാരണം ഇത്രയും വലിയൊരു വാഹനത്തിന് ഇത്രയും വലിയ മിറർ എനിക്ക് തോന്നുന്നു കുറച്ച് ആപ്റ്റാന്ന് തോന്നുന്നു. കാരണം റോഡിൽ കൂടെയൊക്കെ, അതായത് നല്ല ബിസി ആയിട്ടുള്ള റോഡിൽ കൂടെയൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഈ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് വരെയൊക്കെ നല്ല ഫീലിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിലൊരു വിശേഷം കൂടെ പറഞ്ഞുതരാം. മിസ്റ്റ് പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, മഴയൊക്കെയുള്ള സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മിസ്റ്റൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഈ ഗ്ലാസ്. പിന്നെ ഓട്ടോ ഫോൾഡിങ്ങും ഇതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, അതൊക്കെ ഇൻബിൽറ്റ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും അത് കിട്ടാതിരിക്കത്തില്ല. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് നമുക്ക് റൂഫ് റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്ലാഡിങ് ബാക്കിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ പെട്രോൾ ലിഡ് പ്രസ് ആൻഡ് ഓപ്പൺ ആണ് വരുന്നത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ആൻഡ് ഓപ്പൺ ആകത്തില്ല. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന E20 ആണ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. E5, E10, E20 മൂന്നും സൂട്ടബിളാണ് ഈ ഒരു മോഡലിന്. ഈ ബാക്കിലത്തെ പോർഷനിലെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ബാക്കിലിരിക്കുന്നവർക്ക്, അതായത് ഒരു 7 സീറ്റർ വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഗ്ലാസ് ആണ് വരുന്നത് കണ്ടോ. ഈ ഒരു പോർഷൻ ഗ്ലാസ് ആണ്, ഈ ഒരു പോർഷൻ ഗ്ലാസ് ആണ്. ഇത്രയും വരെ ഗ്ലാസ്സാണ്. ഈ സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം ഇത്രയും പോർഷൻ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പുതിയൊരു ഫിനിഷാണ്. അതായത് ഈ ഒരു സിൽവർ ഫിനിഷ് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ എനിക്കിത് എവിടെയൊക്കെയോ നമ്മുടെ ഹുണ്ടായുടെ പുതിയ മോഡൽ വെന്യൂൻ്റെയും അല്ലെങ്കിൽ ഹുണ്ടായുടെ വേറെ ഏതൊക്കെയോ വാഹനത്തിൻ്റെയൊക്കെ സിമിലാർ, ഹുണ്ടായി മാത്രമല്ല മാരുതിയുടെയൊക്കെ ആണെങ്കിലും ബ്രസയുടെയൊക്കെ എവിടെയൊക്കെയോ കൊണ്ടൊരു ചെറിയൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ പാനലിൽ നിന്ന് തന്നെ നമ്മുടെ ടെയിൽ ലാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ബാക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് ആണ് വരുന്നത്. പക്ഷേ ഇത് ആക്ടിവേറ്റഡ് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് അല്ല. അതുപോലെ തന്നെ ഈ ടെയിൽ ലൈറ്റ്സ് ഫുള്ള് നമുക്ക് വരുന്ന LED ആണ്. അതായത് പാർക്ക് ലൈറ്റ് ആണെങ്കിലും റിവേഴ്സ് ലൈറ്റ് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണെങ്കിലും എല്ലാം വരുന്ന LED ആണ്. പക്ഷേ ഇത് കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് അല്ല വരുന്നത്. നമുക്ക് ഇവിടം വരെ ഇതിൻ്റെ ലൈറ്റ് വരുന്നത് ഒരു C ഷേപ്ഡ് ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സ്ക്വാഡ എന്നുള്ളൊരു വലിയൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ 4x4 അതായത് 4 വീൽ ഡ്രൈവ് ആണെന്നുള്ളത് നമുക്ക് കാണിക്കാനും, അതുപോലെ ഈ വാഹനത്തിൻ്റെ പേര് കോഡിയാക്ക് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കണക്റ്റഡ് സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. സ്പോയിലർ കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ താഴെ ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഇവിടെ ഒരു വാഷർ സ്പ്രേ, റിയർ ഡീഫോഗർ, പ്രീമിയം ടൈപ്പ് വൈപ്പറും കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ 6 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. അതായത് ഈ സൈഡ് തൊട്ട് 1, 2, 3, 4, 5, 6 പാർക്കിംഗ് ലൈറ്റ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സും 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ പ്രസ് ചെയ്യാം. ഇലക്ട്രിക്കലി ഓപ്പൺഡ് ടെയിൽ ഗേറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. ലൈസൻസ് ലാമ്പ് എല്ലാം വരുന്ന LED, അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ 2 പോർഷൻസിലും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം പലപ്പോഴും നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ താഴത്തെ പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല. അതൊരു വലിയൊരു നെഗറ്റീവ് സൈഡ്. അതുപോലെ തന്നെ ഇത് അടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് തട്ടുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റോപ്പായി അവിടെ തന്നെ നിൽക്കും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഓപ്പൺ ആകുന്നതായിരിക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിയുടെ ഫീച്ചറിലാണ് നമുക്കിതെല്ലാം കാണേണ്ടത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇതൊരു 7 സീറ്റർ വാഹനമാണ്. ഈ ഒരു 7 സീറ്ററിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്. അതായത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 281 ലിറ്റർ, അതായത് 281 ലിറ്ററാണ് ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നത്. അതിനി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സീറ്റ് നമുക്ക് നേരെ താഴോട്ടാക്കാം. ഇതും നേരെ താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം വന്നിരിക്കുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 786 ലിറ്ററാണ് ഇപ്പം ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി കൂട്ടാൻ സാധിക്കും 100%. ഈ സൈഡിൽ നിങ്ങൾക്കൊരു ലോക്ക് കാണാം. വലിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഫ്രണ്ടിലും കൂടെ കണ്ടോ, ഈ ഒരു 40 എന്നുള്ളൊരു സീറ്റ് ഫോൾഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയും അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വലിക്കുന്ന സമയത്ത് 60 താഴെ പോയി. എൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ടാണ് അത് ഫുള്ള് താഴെ പോകാത്തത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ 1976 ലിറ്ററാണ് സ്പേസ് വരുന്നത്. അപ്പോൾ ഇത്രയും സ്പേസ് എന്തിനാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ 2 പേര് മാത്രമാണ് പോകുന്നതെങ്കിൽ ഒരുപാട് ലഗേജസ് വെച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് സിംപ്ലി ക്ലെവർ സംഗതികളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഇതൊരു ഡ്യുവൽ യൂസ് വരുന്ന ഒരു മാറ്റാണ്. അതായത് കോഡിയാക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വെള്ളം നനഞ്ഞ് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കാം. ഇനി അതല്ല, ഇത് ഇച്ചിരി പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് തിരിച്ചിടാനും സാധിക്കും.
കണ്ടോണം. ഇതിപ്പം ഞാൻ തിരിച്ചിട്ടപ്പോൾ എന്ത് സംഭവിച്ചു, ഇത് പ്രീമിയമായി. കണ്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ കീടുമായിട്ടിരിക്കും. അപ്പം 2 പർപ്പസ് നടക്കും. നനഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിടാനും പറ്റും. അതുപോലെ തന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് പലർക്കും ഡൗട്ട് തോന്നും. ഇതൊക്കെ എന്തിനാണ്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സീറ്റ് ആദ്യം ഒന്ന് മേലോട്ട് കയറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹെഡ്റസ്റ്റ് പൊക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഇവിടെ കൊണ്ട് ചാരി വെച്ചാലും നനയും എന്നുള്ളൊരു രീതിക്ക് പേടിക്കേ വേണ്ട. ഈ ഒരു സീറ്റിലും ആ സെയിം ഒരു ഫീച്ചർ നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഏതായാലും ഇതൊന്ന് ഊരിയെടുക്കുകയാണ്. ഊരിയെടുത്ത് മടക്കിയിടുക. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു അഡീഷണൽ വേറെ ഹുക്കുണ്ട്. ഇവിടെ ഒരു ഹുക്കും കൂടെ ഉണ്ട്. ഇഷ്ടം പോലെ സ്പേസാണ് ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹുക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ വേണ്ട ഇവിടെയും എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, ഊരിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതും ഒരു അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ ഇവിടെയും LED ലൈറ്റാണ് വരുന്നത്. ഇവിടെയും LED ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയും അതുപോലെ ഒരു ഹുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഒരു ഹുക്കുണ്ട്. എന്ത് സ്റ്റോറേജ് സ്പേസ് ആണ് നോക്കി, ഇവിടെ എല്ലാം തൂക്കിയിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടും കാണാം. ഇവിടെയും തൂക്കിയിടാൻ വേണ്ട ഒരു ഹുക്ക് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇവിടെയും കാണാം, ഇവിടെയും കാണാം. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും നെറ്റ് ഫിക്സ് ചെയ്ത് അതിനകത്തോട്ട് വെക്കാനോ ഒക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അവിടെ മാത്രമല്ല വേറെയും ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്തൊരു പ്രൊവിഷൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ട്രേ തുറക്കാൻ, ഇത് തുറക്കുന്നതിൻ്റെ രീതി നിങ്ങൾ കണ്ടോണം. ഇതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു. ഇതിന് തുറക്കാൻ വേണ്ടത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് നേരെ ഒരു പോർഷനകത്തോട്ട് പൊക്കോളും. ഇതവിടെ ഇരുന്നു. ഇനി ഇതേ ഈ കാണും ഈ സാധനം കണ്ടോ, ഇതെന്താണ് സംഗതി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? വാ കാണിച്ചു തരാം. ഇത് നേരെ നമ്മളിങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, ഫുള്ള് കയറുക. അതെ, ഇവിടെ കൊണ്ടുവന്ന് അങ്ങ് വെക്കണം. സീറ്റ് ബെൽറ്റിൻ്റെയൊക്കെ ഒന്ന് മാറ്റിയേക്കണം. എന്നിട്ട് ഇത് കറക്റ്റ് ഈ പോർഷനിലോട്ട് ഇറങ്ങണം. ഓക്കെ, ഇതിവിടെയും കറക്റ്റ് ഇറങ്ങണം. ഓക്കെ, ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ സാധിക്കും. സീറ്റ് ബെൽറ്റ് ഇടയ്ക്ക് കയറിയതാണ് പണി. ഈ സീറ്റ് ബെൽറ്റ് ഞാനിപ്പോൾ അങ്ങ് ഊരി മാറ്റി. സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ പണി നടക്കത്തില്ല. ഇത് നേരെ ഇങ്ങനെ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പം ലോക്കാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പം സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ടെന്ന് വെച്ചോളൂ. ഞാൻ ഈ ബൂട്ടൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ബൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ വാഹനത്തിനകത്തുള്ളതെന്നും അറിയത്തില്ല. വെയിലടിക്കാതെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജാണ്. ഒന്നുകൂടി ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഇത് ഊരി എടുക്കണമെന്നുണ്ടെങ്കിലും സിമ്പിളാണ്. കാരണം 3rd റോ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് 3ാമത്തെ റോ നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. അതായത് ഇത് 3rd റോ ആണ്. ഇത് മേളിൽ വരുമ്പോൾ തട്ടും. ഓക്കെ, അപ്പം ആ ഒരു പ്രൊവിഷൻ ഇവിടെ നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കിത് ഊരി വെക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഇത് നേരെ ഇങ്ങനെ കൊണ്ടുവരിക. മേളിലോട്ട് വെച്ചാൽ ലോക്ക്, താഴോട്ട് വെച്ചാൽ ഫ്രീ. കഴിഞ്ഞു. ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇതൊന്ന് പുള്ള് ചെയ്തിങ്ങ് ഊരിയെടുത്താൽ മതി. യെസ്, കഴിഞ്ഞു. തിരിച്ച് നമ്മൾ സെയിം രീതിക്ക് തന്നെ അങ്ങ് വെക്കുകയാണ്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു സ്പെയർ വീലാണ്. സ്പെയർ വീലിൻ്റെ കഴിഞ്ഞും അതിൻ്റെ അടിയിലിരിക്കുന്ന സാധനമാണ് ഇതിൽ ഏറ്റവും വലിയ രസമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതായത് അതൊരു സബൂഫറാണ് നമുക്കിവിടെ താഴെ കിട്ടുന്നത്. ഏതായാലും സംഗതി കിടുവാണ്. ടയർ സൈസ് വരുന്ന 145 85 R18 ഇതിൻ്റെ സ്പെയർ വീല് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. ഇവിടെ ഒരു ട്രേ വരുന്നുണ്ട്. ഈ ട്രേക്കകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്കുണ്ട്. ഈ ഒരു പോർഷനിലും ഇവിടെയും ഒരു ഹുക്കുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ജാക്ക് കാണാൻ സാധിക്കും, നമ്മുടെ സ്പാനർ കാണാൻ സാധിക്കും, അങ്ങനെ ടോ ചെയ്യാനുള്ള ഹുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തു. ഇനി ഒരു കാര്യം കൂടെ, ഇനിയിപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ചുമ്മാ പിടിച്ചിട്ടൊന്ന് താത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലോസ് ആകുന്നതായിരിക്കും. പക്ഷേ ഇതാരും ചെയ്യാനല്ല ഞാൻ പറഞ്ഞ, ജസ്റ്റ് ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. അതായത് ആ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് കീയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ബട്ടണും വരുന്നുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കിനി വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഇവിടെ ഒരു റിക്വസ്റ്റ് സ്വിച്ച് വരുന്നുണ്ട്. ടച്ച് ഫീച്ചറിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചത് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടെ ക്ലോസ് ചെയ്യാം. ഇത്രയും പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ ടടേൻ ടടേൻ കേട്ടോ, ഞാൻ പിന്നെ പോയി, ദേ വന്നു, ദേ പോയി, ദേ വന്നു, ദേ പോയി, ദേ വന്നു. എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം? അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ ഗാർഡുകളാണിത്. ഡോർ ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ഇവിടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കാറുണ്ട്, അങ്ങനെയൊക്കെ വെക്കും. എന്നാൽ
ഈ ഒരു പ്രീമിയം വാഹനത്തിന് അതിൻ്റെ ആവശ്യമില്ല. ഡോറ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവൻ തന്നെ വന്ന് പിടിക്കും. ഇതിൻ്റെ ടെക്നോളജി വളരെ സിമ്പിളാണതേ. ഇവിടെ ഒരു ലിവറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലോസ് ആകുമ്പോൾ ഇത് ഉള്ളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോണം. കണ്ടോ, പിടിച്ചു, ഉള്ളിലോട്ട് പോകുമ്പോൾ അത് ഊരിപ്പോരുന്നു. ശ്രദ്ധിച്ചോണം. അടച്ചു. യെസ്. അപ്പോൾ ടെക്നോളജി അടിപൊളിയാണ്. ഡ്രൈവർ സൈഡ് മാത്രമല്ല, എല്ലാ ഡോറുകളിലും നിങ്ങളിവിടെ നോക്കിക്കോണം. കണ്ടോ, വന്ന് പിടിച്ചത് കണ്ടോ, അത്രേ ഉള്ളൂ. സംഗതി കിടുവല്ലേ. നമുക്ക് കയറാം. ഏതായാലും നിങ്ങളുടെ ഇനി ഈ ഒരു കാര്യം കണ്ടില്ലെന്ന് പറയരുത്. ഇനി ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡോറ് നോക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഹോള് നിങ്ങൾക്ക് കാണാം. കുട അവരുടെ അടുത്ത് മാറ്റി വെച്ചു. ഇതിനകത്ത് കുട വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്കോഡ തന്നെ ഇവിടെ ഒരു അംബ്രല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേതായാലും മിസ്സിംഗ് ആണ്. ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കാണിക്കാമായിരുന്നു. പോട്ടെ, ഇവിടെ തൊട്ട് തുടങ്ങാം. നമുക്ക് നല്ലൊരു ടെക്സ്ചറാണ് വരുന്നത്. ഏതായാലും ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഒരു ഫ്ലൈറ്റിൻ്റെയൊക്കെ നമ്മുടെ ബാക്കിലത്തെ വാല് പോലെ ഇരിപ്പുണ്ട്. നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്കോഡയിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ ഒന്നാണിത്. അപ്പോൾ ഈ ഹാൻഡിലല്ല ഇഷ്ടമില്ലാത്തത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സിൽവർ എലമെൻ്റ് ആണ് പോകുന്നത്. തൊട്ട് താഴെ കൂടെ ഇതിലേ ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ ആംബിയൻറ്റ് ലൈറ്റ്. കിടു എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതും എല്ലാ ഡോർസിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡിലാണെങ്കിലും അതിൻ്റെ എല്ലാം ലെതർ ഫിനിഷും ലെതർ സ്റ്റിച്ച്ഡും കിടുവാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ സാധാരണ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഇത് താഴോട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റിംഗ് ഫെസിലിറ്റിയും വരുന്നുണ്ട്. അതായത് ഈ ഗ്ലാസ്സുകൾ ഹീറ്റ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴയൊക്കെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല മിസ്റ്റായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് ഫുള്ള് ഫോഗി ആയിട്ടിരുന്ന് കഴിയുമ്പോൾ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇറങ്ങി തുടയ്ക്കുന്നതിന് പകരമായിട്ട് തന്നെ ഇത് ഹീറ്റിംഗ് ഫീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ മിറർ ഫോൾഡ് ആകുന്നതായിരിക്കും. പക്ഷേ കീ ഓഫ് ആയതുകൊണ്ടാണ് ഫോൾഡ് ആകാത്തത്. അതുപോലെ തന്നെ എല്ലാ വിൻഡോസും 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ തന്നെയാണ്. ബാക്കിലത്തെ 2 വിൻഡോസ് ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ 2 ലോക്ക് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് അത് ആക്ടിവേറ്റഡ് ആണെന്നുള്ളത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാൻ സാധിക്കും. നമുക്ക് ബാക്കിൽ നിന്നൊക്കെ ഒരു വാഹനം വരികയാണെങ്കിൽ ഡോർ ഓപ്പൺ ആണെന്ന് വളരെ വ്യക്തമായിട്ട് അവർക്ക് വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള നല്ല വിസിബിളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കർ യൂണിറ്റ് കാണാൻ സാധിക്കും. ക്യാൻറ്റൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 13 സ്പീക്കേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അതായത് 13+1 ഒരു സബ് ഊഫർ നമ്മളിപ്പം കണ്ടായിരുന്നു. ഇനി വാഹനത്തിനകത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്വിച്ചിനെ കൂടെ കുറിച്ച് പറഞ്ഞുതരാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ സാധിക്കും ബാക്കിലത്തെ ബൂട്ട് ഓപ്പൺ ആണ്. ഇനി അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പൊക്കി പിടിക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിലോട്ട്. നമ്മളിത് കൈവിട്ടാൽ അന്നേരം സ്റ്റോപ്പാവും. യെസ്, അങ്ങനെ അത് ക്ലോസ്ഡ് ആയിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു AC വെൻറ്റ് തൊട്ട് തന്നെ തുടങ്ങാം. ഒരു രക്ഷയില്ല, നല്ല കിടു ലുക്കാണ്. ഇത് നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അൺലോക്ക്ഡ് ആണ്. അതായത് എയർ വരുന്ന രീതിയാണ്. അപ്പ് ആൻഡ് ഡൗൺ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കിടു. അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ ലെതർ ഫിനിഷ്ഡ് മെറ്റീരിയൽ, അതിൻ്റെ സ്റ്റിച്ചിങ്, അതുപോലെ തന്നെ ഇതൊക്കെ ശരിക്കും ഒരു ഹാർഡ് പ്ലാസ്റ്റിക് അല്ല, വളരെ സോഫ്റ്റാണ്. ഇത് കണ്ടോ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞെങ്ങുന്ന കണ്ടോ, അത്രയും സോഫ്റ്റ് പീസാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലത്തെ മെറ്റീരിയലാണ്. ഇത്രയും ഭാഗത്ത് നമുക്ക് ആംബിയൻറ്റ് ലൈറ്റ് സാധിക്കും. അതും കിടുവാണ്. തൊട്ട് താഴെ വരുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ആണ്, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളി ഓഫാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുവർ വെതർ ലൈറ്റിംഗ്. ആ ചെറിയ 3 ലൈറ്റുകൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഓൺ ഓഫ്. ഇപ്പോൾ പുവർ വെതർ ലൈറ്റിംഗ് ഓണും പുവർ വെതർ ലൈറ്റിംഗ് ഓഫും ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ റിയർ ഫോഗിൻ്റെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. അത് ഓൺ ഓഫ് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അത് ഓൺ ആണെങ്കിലും ഇവിടെ ലൈറ്റ് കാണിക്കുന്നതായിരിക്കും. നിങ്ങളിവിടെ ഈ ഒരു സൈഡ് ശ്രദ്ധിച്ചോണം. അത് ഓൺ ആണെങ്കിൽ ഇവിടെ ലൈറ്റ് കാണിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിംഗ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ്, താഴോട്ട് പ്രസ് ചെയ്താൽ ഡീആക്ടിവേറ്റ് ചെയ്യാനാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്താൽ മാത്രം ഡീആക്ടിവേറ്റ് ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ലിവർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കഴിഞ്ഞ് നമുക്ക് ഉള്ളിലോട്ട് വരുമ്പോൾ സ്കോഡയുടെ തന്നെ ഈ ഒരു ഡ്യുവൽ സ്പ്രോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 2 സ്പ്രോക്ക് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഫുള്ള് കൺട്രോൾസ് നമുക്ക് വരുന്നത് ക്ലസ്റ്റർ മീറ്ററിൻ്റെയും, ലെഫ്റ്റ് സൈഡിലെ ഫുള്ള് കൺട്രോൾസ് വരുന്നത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ് വരുന്നത്. ഈ ഒരു സൈഡിലത്തെ റൈറ്റ് സൈഡ് കാണുമ്പോൾ ഡ്രൈവ് ബൈ വയർ എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് ഗിയർ ലിവറിൻ്റെ
നോബ് അഥവാ ഒരു ഗിയർ ലിവറാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് പറയാം. പാർക്ക് മോഡ് ഇവിടെ മേളിലാണ് വരുന്നത്. അതായത് പി മോഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇനി ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഡ്രൈവ് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് മേളിലോട്ട് തിരിച്ചാൽ ഡ്രൈവ് മോഡ്, ന്യൂട്രൽ മോഡ്, റിവേഴ്സ് മോഡ്. അതിൽ ഡ്രൈവ് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ സ്പോർട്സ് മോഡിലോട്ട് അത് കൺവേർട്ട് ആകുന്നതായിരിക്കും. അപ്പം ഞാൻ ന്യൂട്രലാക്കി ഞാൻ പാർക്കിലോട്ട് ഇപ്പോൾ ഈ വാഹനം ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാൻ സാധിക്കും, റൈറ്റും ലെഫ്റ്റും. അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ഈ ഒരു കോമ്പിനേഷൻ സ്വിച്ചിലാണ് ഒരുപാട് കാര്യങ്ങളുള്ളത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പർ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ വാഷർ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ വെള്ളം കൂടെ ഇപ്പം വന്നേനെ. അതുപോലെ തന്നെ റിയർ വൈപ്പറിൻ്റെ സ്വിച്ചാണ്. നമുക്കിത് ഇവിടുന്ന് റിയർ വൈപ്പർ വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. അത് ഇൻ്റർമിറ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാവുന്ന രീതിക്കാണ് ഇവിടെ സ്വിച്ചസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിയർ വാഷർ, അവിടെ ഒരു അല്പം വെള്ളം ഉള്ളത് അതേ പോകുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അതും സെറ്റ്. ഇനി അത് ഓഫ് ചെയ്യണമെങ്കിൽ അവിടെ. ഇനി ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതിപ്പോൾ ഓട്ടോ, ഇത് ഓഫ്, ഓട്ടോ മോഡ്. ഇനി ഇത് ഒരു സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ലോ, ഹൈ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇൻഡിക്കേറ്റർ മേളിലോട്ട്, താഴോട്ട്, ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, ലൈറ്റിൻ്റെ പാസ് ബൈ മേളിലോട്ടും ഹൈ ബീം ഇടണമെന്നുണ്ടെങ്കിൽ താഴോട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ തന്നെയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കിവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെ മാത്രമല്ല, നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു സ്പീഡ് ലിമിറ്റിൽ മാത്രം, ഒരു നിശ്ചിത സ്പീഡ് ലിമിറ്റിൽ മാത്രം ഈ വാഹനം ഓടിയാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തിടാൻ സാധിക്കും. അതും ഞാൻ ഡ്രൈവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാം. സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി മേളിലോട്ട് പ്ലസ് നമുക്കിവിടെ മേളിൽ കാണാൻ സാധിക്കും എൻ്റെ സ്പീഡ് കയറുന്നത്. ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. റെസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മേളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ റെസ്യൂം ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റും അവൈലബിൾ ആണ്, ടെലിസ്കോപ്പിക്കും അവൈലബിൾ ആണ്. അതായത് ഏതൊരു ഹൈറ്റിൽ വേണം, ഏത് രീതിക്ക് പൊങ്ങുകയും താഴുകയും ചെയ്യണം, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു അടിപൊളി ഫീച്ചറാണ്. അതുപോലെ തന്നെ വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ ഒരു സീറ്റ്. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും ആണ്. അതുപോലെ തന്നെ ഇവിടെ മസാജ് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 3 സീറ്റ് മെമ്മറി ഫംഗ്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു പൊസിഷനിലോട്ടൊന്ന് സെറ്റ് ചെയ്യണം, നിങ്ങളൊന്ന് കണ്ടോണം. ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്തിട്ട് സെറ്റിട്ട് 1 പ്രസ് ചെയ്തു. ഈ ഒരു പൊസിഷൻ സെറ്റാണ്. ഇനി ഞാനിത് ഒത്തിരി താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. താഴോട്ട് ഇറക്കിയിട്ട് ഈ ഒരു പൊസിഷനിൽ ഞാൻ 2 സെറ്റ് ചെയ്യുകയാണ്. 2 സെറ്റായി. ഇനിയിപ്പോൾ 1 ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. ഞാൻ രണ്ടാമത് ഇട്ട ഫംഗ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ സിംഗിൾ പ്രസ് പറ്റത്തില്ല. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ഇട്ട ഫംഗ്ഷനിലോട്ട് വരും. ഇതെൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ. ഇനി എൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ ഇതാണ്. ഈ 3 രീതിക്ക് നമുക്കിത് സെറ്റ് ചെയ്തിടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെനിക്ക് 1 ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ 1 പ്രിഫർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഏത് പൊസിഷനിലോട്ട് വന്ന് നിൽക്കണം ആ പൊസിഷനിൽ കൈയെടുത്താൽ അങ്ങനെ ഓക്കെ. അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു മെമ്മറിയിലോട്ട് വന്ന് നിൽക്കണമെങ്കിൽ ഇതാണ് എൻ്റെ കറക്റ്റ് പൊസിഷൻ. ആ ചാരുൾപ്പെടെ സെറ്റ് ചെയ്യും. ഏതായാലും അത് കിടു ഫീച്ചറാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ മെയിൻ ഒരു കാര്യം കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ടാണ്. കണ്ടോ, ഇതിൻ്റെ തൈ സപ്പോർട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ കുറച്ച് പൊടിയൊക്കെ ഇരിക്കും, അതൊക്കെ നല്ല വാക്യൂം ചെയ്ത് കളഞ്ഞോണം, അല്ലെങ്കിൽ അത് വൃത്തികേടായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. നമുക്ക് കയറി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ അറിയാം, ഒരു 10.23 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ മീറ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. മീറ്ററിനകത്ത് എല്ലാം കാര്യങ്ങളും ഇപ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതായത് ഇപ്പം നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൂട്ട് ഗൈഡൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കും. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. റൂട്ട് ഗൈഡൻസോ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ലാസ്റ്റ് ഫില്ല് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തു എന്നൊക്കെ ഉള്ളതിൻ്റെയാണ് ലോങ്ങസ്റ്റ് പോയിരിക്കുന്നത്. കോമ്പസ് കാണാൻ സാധിക്കും. ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ FM സ്റ്റേഷൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയാൻ പറ്റും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോണാണ്, ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് ഫോണിൻ്റെ പേരും കാര്യങ്ങളൊക്കെ റിയൽമി 15 5G എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു സൈഡിലോട്ട് മാറി. ഇവിടെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 5.6 km/L ആണ് ഈ വാഹനത്തിൽ ഇപ്പോൾ കിട്ടുന്നത്. അത്യാവശ്യം അലമ്പി ഓടിച്ചിട്ടാണ് ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടുന്നത്. ഇത് ടോട്ടൽ ഡ്രൈവ് ചെയ്തിരിക്കുന്ന കിലോമീറ്റർ 9945 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഓയിലിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്, കൂളൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഫ്യൂവൽ കൺസപ്ഷൻ നമുക്കിപ്പോൾ കാണിക്കത്തില്ല, ഡ്രൈവ് ചെയ്യുമ്പോഴേ കാണിക്കത്തുള്ളൂ. ലോങ് ടേമിൻ്റെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്, 5.6 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രലുള്ള മാറുന്നതായിരിക്കും. നമ്മളിപ്പോൾ റീഫ്യൂവൽ ചെയ്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി, 17 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ലോങ് ഡ്രൈവ് എത്രയാണ് എന്നൊക്കെ ഉള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഇവിടെ ക്രൂയിസ് കൺട്രോളും ലിമിറ്ററും വരുന്നുണ്ട്. ഈ ലിമിറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഏതൊരു സ്പീഡിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു വാഹനം ഇപ്പോൾ 20ക്ക് മേളിൽ ഒരു 30യിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സ്പീഡ് വരെ പോകത്തുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് മേളിലോട്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഏതൊരു സ്പീഡിൽ ലിമിറ്റ് ചെയ്ത് വെക്കണമെന്നുള്ളത് സെറ്റ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ ആ ഒരു സ്പീഡിൽ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം, കാരണം ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കുറേ കൂടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതൊന്നുകൂടെ ഞാൻ പ്രസ് ചെയ്തു, അത് മാറി. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മാപ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ രീതിക്ക് എനിക്കിത് മാറ്റാൻ പറ്റും. എനിക്കിപ്പോൾ ഇത് വേണ്ട ഫുള്ളി മാപ്പായിട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബാക്കി താഴെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. എനിക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഡിസ്റ്റൻസ് കൂടി അതായത് കുറച്ചുകൂടെ വൈഡറായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണ്, കോട്ടയമാണ്, തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മാപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ഇനി ഡിസ്റ്റൻസ് ടു MT, എത്ര കിലോമീറ്റർ ഈ വാഹനം ഓടും, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ വാഷ് തീർന്നിരിക്കുകയാണ്, അത് ഫില്ല് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. ഡ്രൈവിംഗ് മോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മോഡ് കാണിച്ചിരിക്കുന്നത്. പാർക്കിംഗ് മോഡിലാണ് ഇപ്പം നിൽക്കുന്ന വാഹനം. അങ്ങനെ ഈ ഒരു വാർണിംഗ് കാണിച്ചിരിക്കുന്ന സ്ക്രീൻ വാഷ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാനിത് പ്രസ് ചെയ്യുന്നു. എനിക്ക് ഈ ഒരു മീറ്റർ മാത്രം മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ബാക്ക് ടു നോർമൽ നമുക്ക് പഴയതുപോലെ ആക്കാം. പഴയ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്രീൻ, 12.9 ഇഞ്ച് സ്ക്രീനാണ്. അതായത് ഒരു 13 ഇഞ്ച് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സ്ക്രീനാണ്. അതിൻ്റെ ഹോം സ്ക്രീനിലോട്ട് വരാം. ഒരുപാട് കാര്യങ്ങൾ, ഇതിപ്പം നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓടിച്ചു വിട്ടോ, കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഞാൻ കുറച്ച് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഏതായാലും വെഹിക്കിൾ സെറ്റിങ്സ് എടുക്കാൻ സാധിക്കും. വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പം നമുക്ക് മിററിൻ്റെ സെറ്റിങ്സ്, ഇപ്പം മിററിൽ സിങ്ക്രണൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ട് സൈഡ് ഒരുപോലെ തന്നെ ലോവർ ഇൻ റിവേഴ്സ് ഗിയർ, അതായത് ഇപ്പം നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു മിറർ ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഈ വാഹനം ഇപ്പം പിയിലാണുള്ളത്, ഞാൻ നേരെ റിവേഴ്സിലോട്ട് ഇട്ടു. അപ്പോൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് ആ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് അഡ്ജസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാനത് ചെല്ലുന്നു, വെഹിക്കിൾ എടുക്കുന്നു. ഇനി ഫോൾഡ് ഓൺ ലോക്കിംഗ്, അതായത് ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അടുത്ത സെറ്റിംഗ് പോകാം. ഹെഡ്ലൈറ്റിൻ്റെ സെറ്റിംഗ്. ഹെഡ്ലൈറ്റിനകത്താണ് ഡൈനാമിക് കോൺട്രിങ് ലൈറ്റ്സ് നമുക്ക് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം. ലൈറ്റ് സെൻസിറ്റിവിറ്റി, എപ്പോൾ ലൈറ്റ് ഓൺ ആവണം, ഓട്ടോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ലോ ഹൈ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് കൺട്രോൾ ഇൻ റെയിൻ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റ് ഓൺ ആവുന്നു. പിന്നെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽസ് കാര്യങ്ങളൊക്കെ, ട്രാവൽ മോഡ് ഏത് രീതിക്ക്, അതായത് നമ്മളൊരു റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കംഫോർട്ട് ലൈറ്റാണ് വരുന്നത്, അതായത് ലൈറ്റ്, ആംബിയൻ ലൈറ്റ്, വാഹനത്തിനകത്ത് വരുന്ന ആംബിയൻ ലൈറ്റ്, സ്വിച്ച് ഓൺ, അപ്രോച്ച് നമ്മൾ വരുന്ന സമയത്ത് അതിൻ്റെ പ്രൊജക്ഷൻ, അതായത് പുറത്തു നിന്നുള്ള പ്രൊജക്റ്റഡ് ലൈറ്റ്സ് നമുക്ക് വരുന്നത് എപ്പോൾ ഓൺ ആവണം, കാര്യങ്ങളൊക്കെയാണ്, എത്ര സെക്കൻഡ്സ് ഓൺ ആയിരിക്കണം, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ടയേഴ്സ് നമുക്ക് നോക്കാം. ടയേഴ്സിൻ്റെ പ്രഷർ എത്രയാണ്, അത് ഓക്കെ, ദ കറണ്ട് ടയർ പ്രഷർ മാച്ചസ് ദ റിക്വയർഡ് വാല്യൂ, അപ്പോൾ ഓക്കെ കൊടുക്കാം. അത് ഓക്കെ ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡ് വാർണിംഗ് വല്ലതും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കും. അതും ബാക്ക് ചെയ്തു. ഒന്നുകൂടെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്സിൽ എന്തൊക്കെയാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹിൽ ഡിസൈൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈസി ഓപ്പൺ, അത് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ ഗസ്റ്റർ കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാനും സാധിക്കും. അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമുക്ക് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കും. അതായത് ഈ വാഹനത്തിൻ്റെ ഓയിൽ ചേഞ്ച് സർവീസ് ഇൻ 5200 കിലോമീറ്റർ ഓർ 163 ദിവസങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡാറ്റാസൊക്കെ നമ്മൾ റീഫിൽ ചെയ്തതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി, 17 കിലോമീറ്ററാണ് നമ്മൾ ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ബ്രേക്സ്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിൻഡോസിൻ്റെ സെറ്റിങ്സ് വരുന്നുണ്ട്. അതായത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ വിൻഡോസ്, ഡ്രൈവർ വിൻഡോ മാത്രം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അത് ഞാൻ കീയുടെ ഒരു ഫീച്ചർ കാണിക്കുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് നമുക്ക് ഏത് രീതിക്ക് വേണം, അതായത് കീ യൂസ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പം ലോക്ക് വെൻ വാക്ക് അവേ, അതായത് നമ്മൾ ദൂരോട്ട് നടന്നു പോകുന്ന സമയത്ത് ഈ വാഹനം ലോക്ക് ചെയ്യുന്നതും ഇത് അൺലോക്ക് ചെയ്യുന്നതും അങ്ങനത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഡോർ ലോക്കിംഗ് ആൻഡ് അൺലോക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈസി ഓപ്പൺ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കും. ഇൻറ്റീരിയർ മോണിറ്ററിങ്, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് എല്ലാം ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന വൈപ്പേഴ്സാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വരുന്നത്. അതായത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമുക്ക് വൈപ്പർ ഒന്ന് അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈപ്പർ ഒന്ന് ഊരണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഈ വൈപ്പേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സെറ്റിങ്സും വരുന്നുണ്ട്. അതായത് വൈപ്പ് ഓട്ടോമാറ്റിക്കലി റെയിൻ, റിയർ വൈപ്പർ, കംഫോർട്ട് ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി വൈപ്പർ ഇൻ സർവീസ് പൊസിഷൻ കണ്ടോ, ഇപ്പോൾ വൈപ്പർ മേളിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വൈപ്പറിൽ എന്തെങ്കിലും സർവീസ് ചെയ്യണമെന്നുള്ള, അഴിച്ചെടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി. ഞാനത് തിരിച്ച് പഴയതുപോലാക്കി ബാക്കിലോട്ട് വന്നു. ഇനി നമുക്ക് അടുത്ത് വരുന്ന അസിസ്റ്റ് സിസ്റ്റമാണ് വരുന്നത്. അസിസ്റ്റ് സിസ്റ്റത്തിനകത്ത് മോണിറ്ററിങ്,
നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, ആക്ടിവേറ്റ്, സെൻസിറ്റിവിറ്റി, ഹൈ. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധിക്കുന്ന ഡ്രൗസിനെസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യാൻ, ഒരുപാട് ലോങ് ഡ്രൈവ് ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ രീതികൾ മാറുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ലെയിൻ ചേഞ്ച് ചെയ്യുന്നു, അഥവാ നമ്മുടെ ബ്രേക്കിംഗ് കൂടുന്നില്ല, വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട്, എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് അലേർട്ട്സ് വരും. ഈ അലേർട്ട്സ് നമ്മൾ വകവയ്ക്കാതെ വരുമ്പോൾ വാഹനം മനസ്സിലാക്കും നമ്മൾ ഉറങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വാഹനത്തിനെ സ്റ്റോപ്പ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരണമെന്നുള്ള ഇതിൽ തന്നെ വാഹനം സ്റ്റോപ്പ് ആകും. അതിന് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വരുന്ന പാർക്കിംഗ് ആണ്. അതിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓട്ടോ പാർക്കിംഗ് ഉണ്ട്. സാധാരണ രീതിക്ക് ഓട്ടോ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ചെയ്യും. ഞാനതൊന്ന് ജസ്റ്റ് കാണിച്ചുതരാം, അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓട്ടോ പാർക്കിംഗ് ഫീച്ചർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഡയൽസ്, നമുക്ക് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡയൽസിൽ ഏത് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. പിന്നെ ഡ്രൈവിംഗ് പ്രൊഫൈൽസ് ഏതൊക്കെ വേണമെന്നുള്ള, ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന നോർമലാണ്, ഈക്കോ വേണമെങ്കിൽ ഈക്കോ മാറ്റാം. അതല്ല ഇവിടെ മാറുന്നുണ്ട്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നോർമൽ ഡ്രൈവ് ചെയ്തു, സ്പോർട്ടു, ഓഫ് റോഡ് ഇട്ടു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും വരുന്ന സമയത്ത് ഇത് മാറുന്ന ഇൻഡിവിജ്വൽ, അങ്ങനെ 6 മോഡുകളാണ് വരുന്നത്. ഈക്കോ, നോർമൽ, സ്പോർട്സ്, ഓഫ് റോഡ്, സ്നോ, ഇൻഡിവിജ്വലാണ് ഇതിൽ വരുന്നത്. ഓക്കെ. അപ്പം പിന്നെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ്, അതാണ് നമ്മുടെ ആംബിയൻ ലൈറ്റിങ് പോലെ തന്നെ വരുന്നത്. അതായത് സ്കോഡ ലൈറ്റിങ്ങോ അല്ല മൂഡ്സ് ആയിട്ട്, അതായത് ഇതിനകത്ത് വരുന്ന മോഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ കളേഴ്സ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ തീംസ് സെറ്റ് ചെയ്യാം. അതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഓരോന്നിൻ്റെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഡോർ പാഡിൻ്റെ ഫുള്ള്, അങ്ങനെ ഓരോന്നിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതും നല്ലൊരു കാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കണ്ടു ഇപ്പോൾ ഒരു ഗ്രീനിഷ് ലൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, വെട്ടം ഉള്ളതുകൊണ്ട്, പക്ഷേ നല്ല രീതിക്ക് നമുക്ക് ആ ലൈറ്റ് കാണാൻ സാധിക്കും. കളേഴ്സിൽ നമുക്കൊരു മാറ്റം വരുത്താം, റെഡ് ആക്കാം, ഇതും റെഡ് ആക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു മനസ്സിലാവുന്ന കളർ, യെസ്, കുറച്ചുകൂടെ ഒരു ഇതായിട്ട് കാണാൻ സാധിക്കുന്നതേ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. യെസ്, അത് മാറുന്നുണ്ട് ബ്രൈറ്റ്നസ്. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ഇനി നമുക്ക് നേരെ സീറ്റ്സിൻ്റെ സെറ്റിങ്സിലോട്ട് പോകാം. സീറ്റ്സിൻ്റെ സെറ്റിംഗ് വരുന്ന സമയത്ത് ഫ്രണ്ട് പാസഞ്ചറും ഡ്രൈവർ സീറ്റ്. ഇപ്പോൾ ഡ്രൈവർ സീറ്റിലെ സെറ്റിങ്സൊക്കെ നമുക്ക് എങ്ങനെ മസാജിങ് വേണമെന്നുള്ള, ഷോൾഡർ മസാജ് മാത്രം മതി, അതായത് ഈ ഒരു പോർഷനിൽ മാത്രം മസാജ് മതി, അങ്ങനെയാണെങ്കിൽ ഡ്യൂറേഷൻ 20 മിനിറ്റ്സ്, സ്റ്റോപ്പ്. ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. എനിക്കിവിടെ വളരെ വൃത്തിയായിട്ട് തന്നെ വേണ്ടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ശ്രദ്ധിച്ചോണം, കണ്ടോ, ഇങ്ങനെയാണ് അത് മസാജ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമാറ്റിക് യൂസ് ചെയ്തിട്ടാണ്, അതായത് എയർ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണം, ഇപ്പോൾ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ബാക്ക്, ഇപ്പോൾ ഇത് ഫുള്ള് കണ്ടോ, ഇപ്പോൾ എനിക്ക് ബാക്കിലൊക്കെ നല്ല ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാസഞ്ചർ സൈഡിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ദേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക, സീറ്റ് അനങ്ങുന്നത് കണ്ടോ, കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ മസാജ് ഫംഗ്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ പൊസിഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് കണ്ടോ, ഇപ്പം എനിക്ക് കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് എനിക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോണം, എൻ്റെ ഇതുകൊണ്ട് തന്നെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡ്രൈവർ സൈഡ് ഇരുന്നുകൊണ്ട് തന്നെ കോ ഡ്രൈവറിൻ്റെ സൈഡ് ബാക്കിലോട്ടോ അത് ഫ്രണ്ടിലോട്ടോ ഒക്കെ ആക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഓഫ് റോഡിങ് നമുക്ക് നോക്കാം. ഓഫ് റോഡിങ് പോകുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ കാര്യങ്ങളൊക്കെ കണ്ടോ, എത്ര ഡിഗ്രി നമ്മൾ ചെരിഞ്ഞു എന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പ്ലേസ്, അപ്പോൾ ഇതിനകത്ത് എത്രത്തോളം ഡിഗ്രി നമ്മുടെ വാഹനം ചെരിയുന്നുണ്ട്. കാരണം ഓഫ് റോഡിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വാഹനം ചിലപ്പോൾ ചെരിഞ്ഞൊക്കെ പോകുന്ന സമയത്ത് ചെരിവ് എത്രത്തോളം ഉണ്ട്, സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ എത്രയാണ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അതിൻ്റെ ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ട്രാക്ഷൻ ഓഫ്, അതിനുശേഷം ഓഫ് റോഡിങ് കഴിഞ്ഞ് സൗണ്ട്. ക്യാൻറ്റൻ്റെ 13 സ്പീക്കേഴ്സ് വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും അടിപൊളി സ്പീക്കേഴ്സാണ്, ഏതായാലും കേൾക്കാൻ നല്ല രസം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റിങ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രീൻ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ, ബ്രൈറ്റ്നസ് എത്രത്തോളം വേണം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റി സെറ്റിങ്സ് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ കീപാഡ് ലാംഗ്വേജ്, യൂണിറ്റ്സ് ഒക്കെ മാറ്റണമെങ്കിൽ കിലോമീറ്റർ പെർ ലിറ്റർ അങ്ങനത്തെ എല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രഷറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്, അത് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു മീറ്ററിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കൺസോളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പാർക്ക് മോണിറ്റർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ നാവിഗേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്താൽ മതി. ഓട്ടോ ഓഫ് ഫീച്ചർ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ഇനി സൗണ്ട് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതെടുത്തു കഴിഞ്ഞാൽ സീറ്റ്സിൻ്റെ
നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും. ഇതെടുത്തു കഴിഞ്ഞാൽ എമ എന്ന് പറയുന്ന ഇതിൻ്റെ വോയിസ് അസിസ്റ്റൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾ, ഫോണിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം, നാവിഗേഷന്, പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെ ഫീച്ചേഴ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. എ സി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചേഴ്സും, അതായത് ബ്ലോവറിൻ്റെ ഫാൻ ഓഫ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും നമുക്കിവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്കൊരു പവർ ഓഫ് ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ഓഫ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്ക്രീൻ സേവേഴ്സോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നോളും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആണ്. തൊട്ട് താഴെ വന്നാൽ നമുക്ക് ലോക്ക് സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. അത് ലോക്കായി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റ് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ലോക്ക് ആകാത്തത്. അതുപോലെ തന്നെ ഇവിടെ എ സി വെൻ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് ഇട്ടാൽ ഓപ്പൺ, ഏത് പൊസിഷനിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ 3 റോട്ടറി നോബ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ സ്കോഡയുടെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപാട് സ്പേസ് ലാഭിക്കാൻ നോക്കുന്നുണ്ട്. അതായത് സ്വിച്ചസിൻ്റെ എണ്ണം കൂട്ടുന്നതിന് പകരം ഉള്ള സ്വിച്ചിൽ തന്നെ 3-4 ഫീച്ചേഴ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പം ടെമ്പറേച്ചറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിപ്പം ടെമ്പറേച്ചർ അല്ല, നമ്മുടെ സീറ്റ് വെന്റിലേഷനാണ് പോകുന്നത്. ഒന്നുകൂടെ പ്രസ് ചെയ്തു, ഇപ്പം കൺട്രോൾ ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. ഓക്കെ, ഒന്നുകൂടെ പ്രസ് ചെയ്തു, ഇപ്പം നമ്മൾ ഈ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു സീറ്റിൻ്റെ ഹീറ്റാണ്. അതായത് ഹീറ്റഡ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹീറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ കൂൾ ചെയ്യാനും പറ്റും. അങ്ങനെ 2 ഫീച്ചേഴ്സ് വരുന്ന സീറ്റാണ് നമുക്കിവിടെ വരുന്നത്. അതിൽ ഞാൻ പ്രസ് ചെയ്തതിന് ശേഷം ഹീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹീറ്റ്, ഞാനത് ഹീറ്റ് ഓഫ് ചെയ്തു, ഒന്നുകൂടെ പ്രസ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഈ സീറ്റിൻ്റെ കൂളിംഗ് ഫീച്ചറാണ് വരുന്നത്. അതായത് ഇതൊരു 3 സോൺ എ സി വരുന്ന മോഡലാണ്. അതായത് 3 സോണുകൾ വരുന്നുണ്ട്. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ബാക്ക് സൈഡ്, അങ്ങനെ 3 സോൺ എ സി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി സെൻറ്റർ നോബിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു സൈഡും കൂടെ പറയാം. അതായത് ലെഫ്റ്റ് സൈഡിലെ സോണാണ്. അവിടെ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ആ ടെമ്പറേച്ചർ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഹീറ്റിങ്ങും, ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിൻ്റെ കൂളിങ്ങും ആണ് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും മാക്സ് എന്ന് പറയുന്നൊരു ഫീച്ചർ വരുന്നുണ്ട്. പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫുൾ എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഓട്ടോ എ സി വേണമെങ്കിൽ ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കും. നമുക്ക് ഫാൻ്റെ സ്പീഡ് കൂട്ടിയാൽ മതി, പരിപാടി കഴിഞ്ഞു. റിയർ ഡീഫോഗർ, ഇൻസൈഡ് സർക്കുലേഷൻ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ ഓൺ ചെയ്ത് തരാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് ഡ്രൈവിനനുസരിച്ച് ആവശ്യമുള്ളപ്പോൾ ഫ്രഷ് എയർ എടുക്കുകയും ക്ലോസ് ചെയ്യും, അങ്ങനെ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ ഇനിയാണ് മെയിൻ ഭാഗം, അതായത് നമ്മുടെ സെൻറ്റർ നോബിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് വരുന്നത് സ്മാർട്ട് ക്ലൈമറ്റിൻ്റെയാണ്. നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ വോളിയം, ഡ്രൈവിംഗ് മോഡ്സ് കാണാം. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പം ഡ്രൈവിംഗ് മോഡ്സ് ആണ്, ഇക്കോ, നോർമൽ, സ്പോർട്ട്. അപ്പം ഞാനിപ്പം നോർമൽ ഇട്ടു, ഒന്നുകൂടെ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാൻ്റെ സ്പീഡ്, എ സിയുടെ ഫാൻ്റെ സ്പീഡ് വരുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്മാർട്ട് ക്ലൈമറ്റ് വേണോ, എ സി ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനും എല്ലാം നമുക്ക് നേരെ ഇതിലോട്ട് വരിക. അതിനുശേഷം നമുക്ക് എ സി ഓൺ ചെയ്യാം. ഇപ്പോൾ എ സി ഓൺ ആണ്. ഇപ്പോൾ ഓട്ടോ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോ ഓഫ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ വാം ഹാൻഡ്സ്, അതുപോലെ തന്നെ നമുക്ക് 2 സൈഡും ഒരേ സ്പീഡ് ആക്കണമെന്നല്ല, ഒരേ ടെമ്പറേച്ചർ ആക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ഒരുപോലെ പോകുന്നു. അത് വേണ്ട, 2 വേറെ വേറെ വേണമെങ്കിൽ ഒരെണ്ണം പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഹോൾഡ് ടു സിങ്ക്രൈസ്, എനിക്കിവിടെ മാത്രം കൂട്ടാം, അവിടുത്തെ ടെമ്പറേച്ചർ സെപ്പറേറ്റ്. കൈയൊക്കെ ഭയങ്കര തണുത്തിരിക്കുക. ഇവിടെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു എ സി വെൻ്റ് എപ്പോഴും നമുക്ക് കൂടുതൽ തണുപ്പടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ വാം ഹാൻഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുന്ന് ഹീറ്റ് എയർ വരും. ഈ ഒരു പൊസിഷനിൽ നിന്ന് മാത്രം, പക്ഷേ ഇവിടെയോ അത് ബാധിക്കുന്നതായിരിക്കത്തില്ല. ഇവിടുന്ന് മാത്രം ഹീറ്റ് എയർ വരുന്നതായിരിക്കും. ഇനി കാലയിലോട്ട് ചൂടടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാം എയർ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രഷ് എയറും കിട്ടുന്നതായിരിക്കും. ഓട്ടോ വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാം. അതിൽ ഓട്ടോ ഏത് മോഡ് വേണം, ഹൈ വേണോ, മീഡിയം വേണോ, ലോ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് റിയറിലെ ടെമ്പറേച്ചർ എത്ര വേണോ എന്നുള്ളത് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പുറയിൽ ആരും സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്തിട്ടാൽ ബാക്കിൽ ആർക്കും സെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ സെറ്റ് ചെയ്യാനും സാധിക്കുന്നു. അങ്ങനെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ അത്രയും ഫീച്ചേഴ്സാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ വരുമ്പം 2 സി ടൈപ്പ് പോർട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിത് ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ സാധിക്കും. ഇതൊരു റബ്ബർ മെറ്റീരിയലാണ് നമുക്കിവിടെ കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് 2 വയർലെസ് ചാർജേഴ്സ് കാണാൻ സാധിക്കും. ഒരു സൈഡിൽ 50 വാട്ട്സ്, ഇവിടെയും 15 ആണ്. 15 വാട്ട്സ് വെച്ച് 2 പവർ വയർലെസ് ചാർജേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ക്ലീനർ മെറ്റീരിയൽ ഉള്ളതാണ്, അത് മിസ്സിംഗ് ആണ്. അത് യൂസ് ചെയ്ത് നമുക്ക് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാനും സാധിക്കും, ഗ്ലാസ് തുടയ്ക്കാനൊക്കെ ആയിട്ട്. അതായത് പലപ്പോഴും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് പൊടിയൊക്കെ നമ്മുടെ ഈ
ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേയിൽ വരും. അത് തുടച്ച് കളയാൻ വേണ്ടി ഒരു ഡസ്റ്റർ പോലത്തെ ഒരു യൂണിറ്റ് ഇവിടെ ഉള്ളതാണ്, പക്ഷേ മിസ്സിംഗ് ആണ്. അതിൻ്റെ തൊട്ട് താഴെ കോയിൻസൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന 2 ക്ലിപ്പുകൾ കാണാൻ സാധിക്കും. അതായത് ഇതിനകത്ത് കോയിൻസൊക്കെ ഇട്ട് വെക്കാൻ സാധിക്കും. 2 ഇടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും, പക്ഷേ 2 അല്ല, നമുക്കത് 4 ആക്കണമെങ്കിൽ 4 ആക്കാം. 2 വലുതും 2 ചെറുതും വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ലോക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുകയും ചെയ്യും. ഇവിടെ ഈ റബ്ബേഴ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രഷർ കൊടുത്ത് തിരിക്കാനൊക്കെ, അതായത് ഒരു ക്യാപ്പൊക്കെ തുറക്കാൻ വേണ്ടി ആരുടെയും സഹായം ഇല്ലാതെ തുറക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അടച്ചിടാനും സാധിക്കും. അത് നല്ലൊരു ഫീച്ചറാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ആംറസ്റ്റ് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഏതായാലും ഇവിടെ റോട്ടറി നോബോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നല്ലൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിനകത്തെല്ലാം ഒരു സ്പോഞ്ച് ടൈപ്പ് മെറ്റീരിയൽ തന്നെ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാലും ഒരയൊന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതായാലും ഇതും കിടുവാണ്. ഇനിയിപ്പോൾ മെയിനായിട്ടൊരു കാര്യം നമ്മുടെ സൺവൈസറാണ്. സൺവൈസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ലൈറ്റും കാണാം. ഇത് നല്ല രീതിക്ക് നമ്മുടെ മുഖമൊക്കെ കണ്ടാൽ സെറ്റ് ചെയ്യാം. അതേതായാലും കിടു ഫീച്ചറാണ്. പക്ഷേ എക്സ്റ്റൻഡർ നമുക്കിവിടെ അവൈലബിൾ അല്ല. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മേളിലോട്ട് നോക്കുമ്പോൾ ഒരു ബെസൽലെസ് റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സി ടൈപ്പ് 15 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഡാഷ് ക്യാമറയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്കുള്ള അഡീഷണൽ ആയിട്ട് നമുക്ക് ചാർജറോ വല്ല ഇവിടെ എന്തെങ്കിലും അഡീഷണൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സപ്ലൈ എടുക്കാൻ സാധിക്കുന്ന രീതിക്ക് ഒരു സിംപ്ലി ക്ലെവർ രീതിക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മേളത്തെ ഒരു പോർഷൻ, ഇത്രയും ഒരു പോർഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ പൊതുവേ കാണാത്തൊരു രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ വേണ്ടേ ഇങ്ങനെയൊന്നും ജസ്റ്റ് ഞാൻ തൊട്ടത് പോലും ഇല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചതേ ഉള്ളൂ ഓഫ്. ഇനി ഇവിടെ വേണമെങ്കിൽ ഇത് തൊടുപോലും വേണ്ട, ഓണ്. ഇനി ഇതിൻ്റെ മേളത്തെ ഷീൽഡ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി, അങ്ങറ്റം വരെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു പനോരമിക് സൺറൂഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങ് അറ്റം വരെ ചെല്ലാനുള്ള സമയം നോക്കിക്കോണം, എത്ര നേരം എടുക്കുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. സംഗതി കിടുവാണ്. ഓ, അങ്ങ് അറ്റം ചെന്നു. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ ഇതൊന്ന് സ്വൈപ്പ് ചെയ്തു. ഇതിൻ്റെ ഗ്ലാസ് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതൊരു വൈഡ് ഓപ്പൺ ഗ്ലാസ് ആണ്. ഓ, ഭയങ്കര ചൂടാകട്ടോ, ഒന്നാമത് നല്ല ചൂടാണ്. ഇതും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടം വരെ അല്ല, ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യാം. അത്രയും വരെ നമുക്ക് ഓപ്പൺ ആകുന്നുണ്ട്. ഏതായാലും സംഗതി കിടുവാണ്. നമുക്കിവിടെയൊക്കെ കയറി എന്നിങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. നല്ല രസമുണ്ട്, കൊള്ളാം, കിടു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, നമുക്കിവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിങ്സ് കിട്ടും. അതായത് നമുക്ക് എന്തൊക്കെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യും. എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഡയറക്ഷൻ വേണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വോളിയം വേണമെങ്കിൽ ഇതെനിക്ക് മാറ്റി എടുക്കാം. വോളിയം വേണമെങ്കിൽ അങ്ങനെ, ഇനി വോളിയം വേണ്ട അല്ലെങ്കിൽ സ്മാർട്ട് കൺട്രോൾ വേണ്ട, എയർ ഡയറക്ഷൻ മതി, ഓക്കെ, അത് സെറ്റ്. ഇനിയിപ്പം ഫാൻ്റെ സ്പീഡ് ഏത് പൊസിഷനിലോട്ട് എയർ വരണമെന്നുള്ളത് എനിക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ മാറ്റിയൊക്കെ ഇടാൻ സാധിക്കും. ഇതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഞാൻ പറയാം. ഏതായാലും ചൂടിൻ്റെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്യാണ്. രണ്ടും ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോണം, രണ്ടും ക്ലോസ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ കോ ഡ്രൈവർ സൈഡിലോട്ട് ഞാൻ കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് പറയാം. അതായത് ആദ്യം തന്നെ എനിക്കിവിടെ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന രീതിക്ക് ഞാനൊന്ന് സെറ്റ് ചെയ്യാം. ഇതും ഇലക്ട്രിക് ടൈപ്പ് സീറ്റ് തന്നെയാണ്, വിത്ത് മസാജിങ് ഫംഗ്ഷൻ വരുന്നതാണ്. എനിക്കിവിടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ഇരിക്കുകയാണ്. ഗ്ലോ ബോക്സ് കാലെ തട്ടും, തട്ടിയിട്ടുണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. ഗ്ലോ ബോക്സ് തട്ടും, അതുകൊണ്ട് അത് വലിയൊരു പുതുമയുള്ള കേസൊന്നുമല്ല. നോർമൽ ഗ്ലോ ബോക്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിനകത്ത് കൂൾഡോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അതുപോലെ അത് ക്ലോസ് ചെയ്തു, ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ അപ്പർ ഗ്ലോ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. സ്കോഡയുടെ മാനുവലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റബ്ബർ പാഡാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്കിഡായി പോകുന്നു, പേടിക്കേണ്ട. സംഗതി ഇവിടെയൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് കാണാൻ എന്നെ രസമാണെന്ന് നോക്കിയാൽ കിഡു ലുക്കാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വലിയ ഹാർഡല്ല, വളരെ സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടെക്സ്ചേഴ്സും ഇത് നമുക്ക് ഡോർ പാഡിൽ കണ്ട അതേ സെയിം ടെക്സ്ചറാണ് ഇതിലേ പോകുന്നത്. നല്ല രസം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുക്ക് തിരിച്ചു വയ്ക്കാം, ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഡോർ പാഡിലോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ കണ്ട ആ സെയിം രീതി തന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ഡോർ പോക്കറ്റ്സ് ആണെങ്കിലും ഞാൻ അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ സൈഡിലോട്ടൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വെക്കാൻ ഇത്രയും ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരേയൊന്നും പേടിക്കേണ്ട. ഫോണൊക്കെ ആണെങ്കിലും ധൈര്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടി നടന്നാലും ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല കാര്യം. ഇവിടെ കുട വയ്ക്കാനുള്ള സ്ഥലമൊന്നുമില്ല, പക്ഷേ ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ നമ്മൾ കയറുമ്പോൾ നോക്കുന്ന പോലെ ഗ്ലാസ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, നല്ല കാര്യം. യെസ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടുന്ന് തന്നെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. എ സിയുടെ വെൻറ്റും കാര്യങ്ങളൊക്കെ, എ സിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. കപ്പോ കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം.
ആം റെസ്റ്റ് ഷെയർ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഏതായാലും ഓവറോൾ കീടു ഫീച്ചർ തന്നെയാണ് കോ ഡ്രൈവർ സൈഡിൽ. ഇനി ബാക്കിലത്താണ് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. വാ നമുക്ക് ബാക്കിലോട്ടൊന്ന് പോയി ഇരുന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിലത്തെ സീറ്റിലോട്ട് വന്നിരിക്കുന്ന സമയത്ത് നല്ല ഏരിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഏരിയ ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഒന്നാമത് ചെറിയൊരു സ്കൂപ്ഡ് ഡിസൈനാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ AC വെൻറ്റുകൾ, നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ടച്ച് ഫീച്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട ടെമ്പറേച്ചർ എത്രയാണോ ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്താൽ മതി. ഇത് ശരിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കംപ്രസർ തന്നെയാണ്, ഒറ്റ ഇവാപ്പറേറ്റർ അസംബ്ലിയാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഫംഗ്ഷൻ കൂടെ കയറി വരുന്നുണ്ട്. അതായത് എത്രത്തോളം ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയിടുന്നു ആ കൂട്ടത്തിൽ ഹീറ്റും കൂടെ കയറി വരികയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. ബാക്കിലത്തെ സീറ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ആംബിയൻ ലൈറ്റ് കാണാൻ സാധിക്കും. നല്ല രസം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡ് ആക്കിയായിരുന്നു, റെഡ് ലൈറ്റാണ് നമ്മളിവിടെ കാണുന്നത്. രാത്രിയൊക്കെ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സൺ ബ്ലൈൻഡ്സ് കാണാൻ സാധിക്കും. അത്യാവശ്യം വേണ്ടൊരു ഫീച്ചറാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ. പിന്നെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ കാണാൻ സാധിക്കും. ക്ലോത്ത് ഭയങ്കര കട്ടി കുറവാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ രീതിക്കെങ്കിലും. ടിൻഡഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിലെ ടിൻഡഡ് കുറച്ചുകൂടെ കൂട്ടാം, അല്ലെങ്കിൽ നല്ലൊരു കൂളിംഗ് ഫിലിമും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹീറ്റ് ട്രാൻസ്പെറൻസി കുറേ കൂടെയൊക്കെ കുറയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ മൊബൈൽ ഫോൺ പൗച്ച് ഇവിടെ കാണാൻ സാധിക്കും. മാഗസീൻ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് എൻ്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത്, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ബാക്കിലത്തെ സീറ്റിലേയും കൂടെ ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസ് അനുസരിച്ച്. ഓക്കെ, ഇത് ഇച്ചിരി പാടാണ്. ഇതൊരു ഓക്കെ ഫീല്. കാലം ഒത്തിരി നീട്ടി വെച്ചല്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ബാക്കിലിരിക്കുമ്പോൾ എത്രത്തോളം എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ടിലൊരു ഓക്കെ ഫീലിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. തൊട്ട് താഴെയായിട്ട് Type-C 2 പോർട്ടുകൾ കാണാൻ സാധിക്കും. ഇത് രണ്ടും 45 വാട്ട്സ് വെച്ച് ഔട്ട്പുട്ട് വരുന്നതാണ്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഹുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. അതിപ്പോൾ ഞാൻ സ്വൈപ്പ് ചെയ്തപ്പോൾ ഓഫായി. ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അത് ഓൺ ആവും. അതായത് ടച്ച് ഫീച്ചർ വരുന്ന ലൈറ്റ് കൊള്ളാം. ഏതായാലും സംഗതി അടിപൊളിയാണ്. ഇവിടെ നമുക്ക് എയർ ബാഗ് കാണാൻ സാധിക്കും. ഇവിടെ എയർ ബാഗ് ഉണ്ട്, കർട്ടൻ എയർ ബാഗ്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇവിടെയും അത് സാധ്യമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ 9 എയർ ബാഗ് വരുന്നുണ്ട്. 9 എയർ ബാഗാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതുപോലെ തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും ചെറിയൊരു കപ്പ് കൂടെ വയ്ക്കുക. അത് 2.5 കപ്പ് വയ്ക്കാൻ പറ്റുന്നൊരു ഹോൾഡർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് തന്നെ പറയാം. സെൻറ്റർ സീറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു ടണൽ കുറച്ച് പ്രശ്നമാണ്. ടണൽ എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവ് ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഏതായാലും അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്ക് ഒബ്വിയസ്ലി ഞാൻ മിക്ക വാഹനങ്ങളിലും പറയുന്ന പോലെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ആംറസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ ഹാർഡാണ്. പക്ഷേ ഇവിടെ സൂപ്പറാണ്. അതായത് സീറ്റിംഗ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സീറ്റാണ്. ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ബാക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യും. മൂന്നാമത്തെ ആൾക്ക് കംഫർട്ട് ഇല്ലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് കുറച്ച് ഹാർഡായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ബാക്കിലോട്ട് കയറാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഈ ഒരു സീറ്റ് ഞാൻ മാറ്റുന്നില്ല. 2 സീറ്റും ഒരേ രീതിക്കാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് കയറാൻ സാധിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് റിക്ലൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ഫ്രണ്ടിലോട്ട് മാറ്റി സീറ്റ് മടക്കി കയറാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഏതായാലും നമുക്ക് കയറാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ താഴെ നമുക്ക് വെൻറ്റുകൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വെൻറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലെഗ് ഏരിയയിലോട്ട് എയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മോട്ടേഴ്സ് നമുക്കിവിടെ കാണാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോട്ടോഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ന്യൂമാറ്റിക്കിൻ്റെ പമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അതാണ് മസാജറിനെ ഹെൽപ്പ് ചെയ്യുന്ന യൂണിറ്റ്. ഏതായാലും നമുക്ക് പുറകോട്ട് നിന്നിട്ട് നോക്കാം. ഇപ്പോൾ ബാക്കിലോട്ട് കയറാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതാണ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ പിടിച്ച് വലിച്ച് ഈ സീറ്റിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം. അതായത് നന്നായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകും. ഇനി ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഇവിടെ ചവിട്ടി ബാക്കിലോട്ട് കയറുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സീറ്റ് നിങ്ങൾ നോക്കണ്ട, ഈ ഒരു സീറ്റ് നോക്കിയാൽ മതി. ഈ ഒരു സീറ്റിൽ ഞാനിപ്പോൾ ബാക്കിലിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ പൊസിഷൻ ഞാൻ കാണിച്ചു തന്നെ. എനിക്ക് അവിടെ ഓക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നല്ല കംഫർട്ടബിൾ എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കാണാം. തൈ സപ്പോർട്ട് ഇല്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് ഇരിക്കാൻ പറ്റും എന്ന് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാതെ വലിയൊരാൾക്ക് ശരിക്കും കൺജസ്റ്റഡാണ്, പാടാണ്. ഇനി എനിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെ തന്നെ ഇറങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഇറങ്ങിയതുപോലെ അല്ലാതെ. അപ്പം ഈ ഒരു ബാക്കിൽ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് രസമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഓടിക്കളിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതൊക്കെ സിംപ്ലി ക്ലെവറിൻ്റെ നല്ലൊരു ഫീച്ചറാണ് കണ്ടോ, അത് കൊള്ളാം. അതുപോലെ തന്നെ
നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ ഇട്ട് വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് തന്നെ ഇവിടുന്ന് കണക്ഷൻ എടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബാക്കിൽ കിട്ടുന്നത്. പിന്നെ ഇവിടെ ലൈറ്റ്സും വരുന്നുണ്ട്, അത് നമുക്ക് ഓഫ് ചെയ്യാം. യെസ്, അത് നല്ലൊരു ഫീച്ചറാണ് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ടച്ച് ഫീച്ചേഴ്സ് എല്ലാം കിടുവാണ്, അടിപൊളിയാണെന്ന് തന്നെ പറയാം. ഏതായാലും എനിക്കിനി ഈ സീറ്റ് വഴി ഞാൻ ഫ്രണ്ടിലോട്ട് വരുന്നത് കാണിച്ചു തരാം. ഞാനിത് ഫ്രണ്ടിലോട്ട് തള്ളി അതിനുശേഷം ഒന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഈ ഡോറ് ഓപ്പൺ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് വേണ്ട ഇങ്ങനെ ഇറങ്ങി വരാം. ഇതേ ഇതിനുള്ളൊരു ഓപ്ഷനുള്ളൂ. അപ്പോൾ ബാക്കിലത്തെ സീറ്റിൽ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് കുഴപ്പമില്ല, പക്ഷേ വലിയ ആൾക്കാർക്ക്, എന്നെപ്പോലുള്ള സൈസുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് ചെറിയ ദൂരമൊക്കെ യാത്ര ചെയ്യാം, പക്ഷേ വലിയ ദൂരങ്ങൾ പാടാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റ് ഇവിടുന്ന് ഇത്രേ ഫോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ താഴത്തെ ലോക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ ഫ്രണ്ടിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഏരിയ, അതായത് ഈ ഒരു ഏരിയയും ഇത് ഫോൾഡ് ചെയ്തിരുന്നതിൻ്റെ ഏരിയ, ഇത്ര ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇത്രയും ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതാണ് 1976 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് കൂട്ടാം എന്ന് പറയുന്നതിൻ്റെ കാര്യം. എന്നിട്ട് തിരിച്ചിത് കയറ്റി, ഇതിപ്പോൾ ഇങ്ങനെ വരത്തില്ല, ഈ ഒരു ലിവർ ഒന്നെങ്കിൽ നമ്മൾ പുഷ് ചെയ്ത് വെച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യണം, എന്നാലേ ഇത് തുറക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സ്റ്റേജ് റിക്ലൈനിങ് ഓപ്ഷനും വരുന്നുണ്ട്. അതായത് ഞാൻ ദേ ഇവിടെ പിടിച്ചുകൊണ്ട് ഓക്കെ ഇത്ര എനിക്ക് റിക്ലൈനിങ് കിട്ടുന്നുണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതായത് നോർമൽ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊരു നോർമൽ പൊസിഷനും ഇപ്പം ഞാൻ നല്ല റിക്ലൈൻ ചെയ്ത് കിടക്കുന്ന രീതി. പക്ഷേ ഇവിടെ ഒരു വിങ്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആടി ഒലയാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. ഏതായാലും സസ്പെൻഷൻ സൈഡ് വലിയ കുഴപ്പമില്ല, ഒരു ഓക്കെ ഫീൽ എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും. ഏതായാലും ഓവറോൾ ഓക്കെ ഫീൽ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. പക്ഷേ ബാക്കിൽ അത്ര ഓക്കെ അല്ല, ജസ്റ്റ് ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ തൈ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു തൈ സപ്പോർട്ട് തന്നെ കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് ഇത്രയും കൂടെ പ്രൊജക്റ്റഡ് ആണ് ഫ്രണ്ടിൽ, പക്ഷേ 2 സൈഡിലും, ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡിലും ഞാൻ പറയാൻ വിട്ടുപോയാണ്, ഡ്രൈവർ സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റിംഗ് ടൈപ്പാണ് തൈ സപ്പോർട്ട് കിട്ടുന്നത്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പറഞ്ഞിട്ടും ഫീച്ചേഴ്സ് തീരുന്നില്ല. അതുപോലെ തന്നെ AC വെൻ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്കിത് റൈറ്റിലോട്ട് ക്ലോസ്, ലെഫ്റ്റിലോട്ട് ഓപ്പൺ, റൈറ്റ് ക്ലോസ്, ലെഫ്റ്റ് ഓപ്പൺ. നമ്മുടെ ബാക്കിലത്തെ സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെയുള്ള പോർഷൻ കാണാൻ സാധിക്കും. ഇതിലാണ് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത്, അതായത് ഹീറ്റ് ആകണമെങ്കിൽ ഹീറ്റ്, കോൾഡ് വേണമെങ്കിൽ കോൾഡ്. ഇവിടെ ഒരു ലൈറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ സീറ്റിൻ്റെ അടിയിലെ ടെക്നോളജികൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക. എനിക്ക് കുനിഞ്ഞ് നോക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഞാൻ ലൈറ്റ് അടിച്ചൊന്ന് നോക്കി മനസ്സിലാക്കുന്നേ ഉള്ളൂ. എൻജിൻ സൈഡ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ ഒരു സംഗതി നിങ്ങൾ കണ്ടോണം. യെസ്, അതിൽ 2 സ്ട്രട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊക്കി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നല്ല വെയിറ്റുള്ള ഹുഡാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് പൊങ്ങിപ്പൊക്കോളും, സ്ട്രട്ട്സ് ഉള്ളതുകൊണ്ട്. അതായത് ഈ 2 സ്റ്റഡ് ഇവിടെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന മെക്കാനിസവും കൊള്ളാം. ഇത് ഇവിടെ 2 ലോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് അവിടെ, ഒന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 ലാച്ച് അസംബ്ലിയും കൊള്ളാം. ഏതായാലും കിടുവാന്ന് തന്നെ പറയാം. നമുക്കിവിടെ കിട്ടുന്നത് 1 2 3 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ, അതായത് ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. 204 bhp 320 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് സൈഡ് നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DSG ഗിയർ ബോക്സ് ആണ്, ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും വളരെ വ്യക്തമായിട്ട് തന്നെ ഇപ്പം മനസ്സിലാവും. എഞ്ചിൻ്റെ കവർ ഒന്ന് അഴിച്ചപ്പോഴേക്കും നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ടെർബോ യൂണിറ്റ് ഇവിടെ കാണാം. ബാക്കിലത്തെ ഫയർ വാൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ആ ഒരു കവറിങ് എല്ലാം കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു യൂണിറ്റാണ് ഫയർ വാൾ. നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇതാണ് ഫയർ വാൾ എന്ന് പറയുന്ന യൂണിറ്റ്. ഇതിൻ്റെ ബാക്കിലോട്ടുള്ള യൂണിറ്റാണ് ഫയർ വാൾ യൂണിറ്റ്. ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ടെർബോ ഏരിയാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 2 3 4 ഈ 4 ഇഗ്നൈറ്റേഴ്സാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് വരുന്നത്. അതായത് പെട്രോള് ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം പവർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതിൻ്റെ പ്രധാന കാര്യം. നമുക്ക് ഫ്യൂസിൻ്റെ കവർ ഇവിടെ കാണാൻ സാധിക്കും. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഫ്യൂസസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ബാക്കി ഉള്ളിൽ നമ്മുടെ വാഹനത്തിനകത്താണ് വരുന്നത്. നമുക്ക് അയച്ചതുപോലെ തന്നെ തുറക്കാം. ECM യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈപ്പർ സ്പ്രേയുടെ വാഷർ യൂണിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി, വാഷറിൻ്റെ വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടി അത് വിത്ത് ഒരു നെറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൽ പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് പോകത്തില്ല, ക്ലോസ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നതായിരിക്കും. നല്ലൊരു പോയിൻ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ വയറിംഗ് ഒക്കെ വന്ന് കയറുന്ന ഈ പോർഷനും അകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട്. ഏതായാലും നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പോർഷനുണ്ട്. 2 ഫാന് വരുന്നുണ്ട്, ഒരു കണ്ടൻസർ ഫാനും റേഡിയേറ്ററിൻ്റെ ഫാനും വരുന്നുണ്ട്. 2 ഫാന് സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതും അടിപൊളി ഫീച്ചറാണ്.
ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 155 mm ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് 155 mm മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ച് വലിയ കുറവായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ എയർ കർട്ടൻസിൻ്റെ. എയർ കർട്ടൻ എന്താണ് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എയർ കർട്ടൻ കൊണ്ട് എന്താണ് ഗുണം? എയർ കർട്ടൻ ശരിക്കും പറഞ്ഞാൽ ഇതിലേ വരുന്ന എയറിനെ ഇതിലേയും പോയി കഴിയുമ്പോൾ ഈ എയറിനെ ഇതിലേ കട്ട് ചെയ്യുക ചെയ്യുന്നത്. അതായത് ആ ഫോഴ്സിൽ എയർ ഇങ്ങനെ വരുമ്പോൾ ഈ പൊസിഷനിൽ കൂടെ വരുന്ന എയറിനെ സ്കിപ്പ് ചെയ്ത്, അതായത് ഇത് ഇങ്ങോട്ട് തള്ളി വിട്ട് കഴിഞ്ഞ് വാഹനത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോകാൻ സഹായിക്കും. അതിനാണ് എയർ കർട്ടൻസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എയർ കർട്ടൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വാഹനത്തിന് മൈലേജ് കിട്ടും, ഫ്ലോ കുറച്ചുകൂടെ ഫ്രീ ആവും. അതാണ് മെയിനായിട്ട് എയർ കർട്ടൻസ് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. കീയും കൂടെ നമുക്ക് നോക്കാം. നല്ല കിടലൻ കീ ആണ്, നല്ല ഗ്ലോസി മെറ്റീരിയലാണ് ഈ ഒരു കീ കിട്ടുന്നത്. സ്കോഡയുടെ ലോഗോയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടൺ ലോക്ക്, ഇപ്പം വാഹനം ലോക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അവൻ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്പൺ ആവുന്ന കാണാൻ സാധിക്കും. പക്ഷേ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയെങ്കിലും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമ്മൾ നേരെ അവിടെ ചെന്ന് ക്ലോസ് ചെയ്യേണ്ടി വരും. ഞാൻ ക്ലോസ് ചെയ്തിട്ട് വരാം, വെയിറ്റ് ചെയ്യൂ. അപ്പം ഞാൻ ഏതായാലും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പോൾ ഈ വാഹനം ലോക്ക്ഡാണേ. ഓക്കെ, ലോക്ക്ഡാണ്. ഇനി ഞാൻ ഈ വാഹനം അൺലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നോക്കിക്കോണം, എല്ലാ ഗ്ലാസ്സുകളും മേളത്തെ സൺറൂഫ് ഉൾപ്പെടെ, സൺറൂഫ് ഫുള്ളായിട്ടല്ല എന്നാൽ ഒരല്പം ഓപ്പൺ ആയിരിക്കുകയാണ്. ആ ഗ്ലാസും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഗ്ലാസസും ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഇപ്പോൾ നല്ല വെയിലത്തൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് കൂളാകാനൊക്കെ ഉള്ള രീതിക്കാണ്. ഇനി ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക് ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം അതുപോലെ തന്നെ ഓപ്പൺ ആവും. മേളത്തെ സൺറൂഫും ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല വാഹനങ്ങളിലും ചെയ്യുന്നതാണ്, സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം വാഹനം ലോക്കാക്കാറുണ്ട്. അങ്ങനെ ലോക്കാക്കി കഴിഞ്ഞാൽ ഇത് തന്നെ ക്ലോസ് ആവുമെന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം വാഹനത്തിൻ്റെ സൺറൂഫ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ വാഹനം ഒന്ന് ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഇല്ല, ഒന്നും കാണിച്ചിട്ടില്ല, വാർണിങ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ദേ ഡോർ അടച്ചു. ഇനി ഞാൻ ഈ വാഹനം ലോക്ക് ചെയ്യാൻ പോവാണ്. നോക്കിക്കോണം, ഇതാവില്ലെന്ന് അറിയില്ല. ലോക്ക് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലോസ് ആയില്ല. ഇത്രയും ലക്ഷം രൂപയുടെ വാഹനത്തിലും അത് നടന്നിട്ടില്ല. കാരണം ഇത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, പലരും കമൻസിൽ പറഞ്ഞൊരു കാര്യമാണ്, അതെന്നാ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൺറൂഫ് അടയും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ്. ഒരു കാരണവശാലും സൺറൂഫ് അടയുന്നതല്ല. നമ്മൾ മാനുവലായിട്ട് തുറന്ന് ഇനി ഇലക്ട്രിക്കായിട്ട് തന്നെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ കീ ഓൺ ചെയ്തു. ഇനി ഞാനിത് രണ്ടും ക്ലോസ് ചെയ്യാണ്. സ്വൈപ്പ് ചെയ്തു. ഇനി ഇത് ക്ലോസ് ചെയ്യാണ്. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സൺറൂഫ് ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്തിട്ടേ പോകുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടുന്ന വഴി നമ്മൾ അറിയില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവ് പോകാം. ആദ്യം തന്നെ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിംഗ് സ്വിച്ച് വേണ്ട ഇവിടെയാണ് വരുന്നത്. ഞാൻ ആദ്യം കാണിക്കാൻ വിട്ടുപോയൊരു കേസാണ്. നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്പോർട്സ് മോഡ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡ്രൈവ് മോഡ്. ഞാൻ ഡ്രൈവ് മോഡിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഞാൻ ത്രോട്ടിൽ ചെയ്യുകയാണ്. യെസ്. പവർ ഒരു രക്ഷയില്ല കേട്ടോ. അത് പവറിൻ്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു 2 ലിറ്റർ എഞ്ചിനിൽ നിന്ന് ഔട്ട് വരുന്ന എത്രയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. സംഗതി ഇടുവാണ്. യെസ്, അങ്ങനെ ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സാണ് നമുക്കിവിടെ വരുന്നത്. ഒരു രക്ഷയില്ല. ലാഗ് എന്ന് പറയുന്നൊരു സാധനമില്ല. നമുക്ക് ടക്ക് 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 എന്ന് പറഞ്ഞ പോലെ ഗിയർ ചേഞ്ച് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം റോഡാണ്. നമുക്ക് ഗട്ടേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഭയങ്കര ഒരു കംഫോർട്ടാണ് കേട്ടോ. കംഫോർട്ട് മാത്രമല്ല, നല്ലൊരു ഫീലാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ. ഡ്രൈവിംഗ് ഫീൽ ഒരു രക്ഷയില്ല. യെസ്, ഹിൽ ഹോൾഡ് അസിസ്റ്റാണ് ഇതിന് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു കുത്തനെയുള്ളൊരു കയറ്റം ഒന്ന് കയറി നോക്കാം. ഇതിന് പിന്നെ ഏതായാലും ഇൻഡിക്കേറ്റേഴ്സ് മാറിപ്പോകത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം റൈറ്റ് സൈഡിൽ ഡ്രൈവ് ബൈ വയറാണ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കയറ്റം കയറുകയാണ്. ഞാൻ ഈ ഒരു കയറ്റത്തിൽ കയറി ഞാനൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ബ്രേക്ക് എന്ന് കാലെടുത്തു. 1 2 3 4 5 6. അപ്പം ആ ഭാഗത്ത് ലോക്കായി നിൽക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു വാഹനത്തിന് ഓട്ടോ ലോക്ക് എന്ന് പറയുന്ന ഫീച്ചർ ആക്ടിവേറ്റഡ് ആണ്. അത് വേണമെങ്കിൽ എനിക്ക് ഓഫ് ചെയ്യാം. വേണ്ട, ഇവിടെ ഓട്ടോ ലോക്ക് ഫീച്ചർ ഓഫ് ചെയ്തിടാൻ സാധിക്കും. അങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം പതുക്കെ പുറകോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ പിന്നെ എന്തോ നിന്നു. ഞാൻ ഒന്നുകൂടെ ആക്സിലറേറ്റർ കൊടുത്ത് ഈ വാഹനം ഒന്ന് ഫ്രണ്ടിലോട്ട് എടുക്കുകയാണ്. എടുത്തു, ബ്രേക്ക് ചെയ്തു. 1 2 3 4 5 6 എണ്ണിക്കൊണ്ടിരിക്കുകയെന്നുള്ളൂ. വാഹനം പോകുന്നില്ല. ഏലം കിടു
ഹിൽ ഹോൾഡ് കൺട്രോളാണ് വരുന്നത്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് അല്ല, ഹിൽ ഹോൾഡ് കൺട്രോൾ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും സംഗതി ഒരുപാട് ഫീച്ചേഴ്സാണ് കേട്ടോ. പക്ഷേ വാഹനം വലുതാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വലുതാണ്. നേരത്തെ മോഡലിനെ കഴിഞ്ഞും 59 മില്ലിമീറ്റർ കൂടുതലാണ് ഈ വാഹനത്തിന് നമ്മുടെ പഴയ വാഹനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പഴയ വാഹനത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 59 mm കൂടുതലാണ് ലെങ്ത് വൈസ്. പക്ഷേ ആ ഒരു ലെങ്ത് വൈസ് അത്ര ഒരു വ്യത്യാസമൊന്നും നമുക്ക് അവിടെ കാര്യമായിട്ട് ഫീൽ ചെയ്യാനുള്ള ഒന്നും ബാക്കിലിരിക്കുമ്പോൾ അറിയാനില്ല. ഏതായാലും ഈ ഒരു ഇടുങ്ങിയ വഴിയിൽ ഫുള്ള് നിറച്ച് വെച്ച് നമുക്ക് ഈ വാഹനം ഓടിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ ഫീച്ചർ നമ്മൾ നോക്കിയില്ല, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ വാഹനം ഓട്ടോ പാർക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ പാർക്കിൻ്റെ ഫീച്ചർ ഒന്ന് നോക്കാം. ഇത് ഈ പി എന്ന് പറഞ്ഞ മോഡ് ഞാനൊന്ന് പ്രസ് ചെയ്യുകയാണ്. പി പ്രസ് ചെയ്തു, പാർക്ക് അസിസ്റ്റ് കൊടുത്തു, സെർച്ചിങ് ഫോർ പാർക്കിംഗ് സ്പേസ് എന്ന് പറഞ്ഞ് വാഹനം തന്നെ പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സെർച്ച് ചെയ്യുകയാണ് എവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നോക്കി 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 പോകുന്നുണ്ട്, തന്നെ പോവുകയാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ മതിയെങ്കിൽ സ്റ്റാർട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാർട്ട് ഞാൻ കൊടുത്തു, ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ കൈവിട്ടു. പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയാം. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ബ്രേക്ക് ചെയ്തു, കാരണം പുറകെ ഒരു വാഹനം വരുന്നുണ്ട്. പോർഷൻ കണ്ടു, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദേ അവൻ സ്വന്തമായിട്ട് പാർക്ക് ചെയ്യുന്നു. ഓ മൈ ഗോഡ്, സ്വന്തമായിട്ട് പാർക്ക് ചെയ്ത് കണ്ടോണം. ഞാനൊന്നും ചെയ്യുന്നില്ല, ഓട്ടോ പാർക്കിംഗ് ആണ്. ബ്രേക്കിലോട്ട് പതുക്കെ കാല് വെക്കണോ, ഒരു ചെറിയൊരു പേടി. ഇല്ല കുഴപ്പമില്ല, അവൻ പതുക്കെയാണ് എടുക്കുന്നത്. ഓ മാൻ, നിങ്ങളിത് കണ്ടോ, ഇതാണ് ഓട്ടോ പാർക്കിംഗ്. വേറെ വണ്ടികൾ കൊണ്ടില്ലെന്നല്ല, ഞാൻ ഈ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രം ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ കുറച്ചൊരു എക്സൈറ്റഡ് ആയെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്, ഈ വണ്ടി കണ്ടോന്ന് അറിയത്തില്ല. ഞാൻ ചവിട്ടാൻ പോയി, പക്ഷെ തന്നെ ചവിട്ടി. യെസ്, അങ്ങനെ വിജയകരമായി നമ്മൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ട് പാർക്കിംഗ് എന്നുള്ളത്. നല്ല പാർക്കിംഗ് ആണോ മോശപ്പെട്ട പാർക്കിംഗ് ആണോ? യെസ്, വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ വാഹനം പാർക്കായിരിക്കുകയാണ്. ഏതായാലും ഈ ലയൻ കുഴപ്പമില്ല, കിടുവാണ്. അതുപോലെ തന്നെ ഈ വാഹനം നമ്മളൊരു കർവൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ സീറ്റ് ബെൽറ്റ് നമ്മളെ പിടിച്ച് വലിച്ചങ്ങ് വെച്ചേക്കുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നല്ലൊരു ടേണൊക്കെ എടുക്കാനും പിന്നെ ഇച്ചിരി ഇരുട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഒരു മാളിലോട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഞാനൊരു ടേണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ പിടിച്ച് സീറ്റിലോട്ട് തന്നെ ഇരുത്തുകയാണ്. അത് നല്ലൊരു ഫീലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കിടുവാണ് ആ ഫീച്ചർ. അതുപോലെ തന്നെ കുറച്ച് ഇരുട്ട് വീഴുമ്പോഴത്തേക്ക് ഓട്ടോ ഹെഡ് ലാമ്പ്സ് ഓൺ ആയിട്ടുണ്ട്. ഓടാ വാഹനത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത, അഥവാ ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കോണം, ഡോറ് തുറക്കാം. അതായത് ലോക്ക്ഡ് ആണെങ്കിൽ പോലും ലോക്ക്ഡാണ്, ബട്ട് അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ലോക്കിംഗ് സിസ്റ്റം വേണം, സേഫ്റ്റി ഫീച്ചർ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ഓക്കെ അല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഒന്ന് സെറ്റ് ചെയ്യാം. ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടണിൽ താഴത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വേണ്ട, അഡാപ്റ്റീവ് വേണ്ട, സാധാ ക്രൂയിസ് കൺട്രോൾ മതി. ഇപ്പം നമ്മുടെ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തിരിക്കുന്ന 45 ആണ്. 50, 55 നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് അത് കൂടും. 56, ഇതല്ലാതെ ഒന്നുകൂടെ മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ 10 വെച്ച് കയറിക്കോളും. 60, 70 കണ്ടോ, ഇതിപ്പോൾ 2 ഇതാണ് വരുന്നത്. അപ്പം ഇനി ആ ഒരു സ്പീഡ് ലിമിറ്റിലെത്തി കഴിയുമ്പോൾ അത് ആ കറക്റ്റ് ഈ പച്ചയാണ് അതിൻ്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്, അവിടെ കൃത്യമായിട്ട് നിന്നോളും. ഇതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും, ലിമിറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ലിമിറ്റർ സെറ്റ് ചെയ്യുന്നത് സ്പീഡ് ഒരു 30 ആണെന്ന് വെച്ചോളൂ. അപ്പം ഞാൻ സ്പീഡൊന്ന് കുറച്ചു. ഇപ്പം എൻ്റെ ലിമിറ്റർ വരുന്നത് 38 ആണ്. അപ്പം ഞാനിനി എത്ര ആക്സിലറേറ്റ് ചെയ്താലും 38-ന് മേളിലോട്ട് പോകത്തില്ല. അതാണ് ലിമിറ്ററിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ലിമിറ്റർ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ലിമിറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ എത്ര ആക്സിലറേറ്റ് ചെയ്യുന്ന മറ്റു കാര്യമൊന്നുമില്ല, ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല, ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാൻ ലിമിറ്റർ ഒന്ന് മാറ്റട്ടെ. ഇനിയിപ്പോൾ ഈ വാഹനം പറന്നു പോവുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ സ്കോഡ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഏതെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. EVM സ്കോഡയുടെ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ഡീറ്റെയിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതായിരിക്കും.
ഏതായാലും എനിക്ക് ഓവറോൾ ഈ വാഹനം ഒരുപാട് ഇഷ്ടപ്പെട്ടു. സസ്പെൻഷൻ സൈഡ് ആണെങ്കിൽ കുറച്ചൊരു സ്റ്റിഫർ സൈഡ് തന്നെയാണ്, പക്ഷേ ഓക്കെ. കാരണം ഈ ഇത്രയും വലിയൊരു വാഹനത്തിന് വളരെ സോഫ്റ്റ് സസ്പെൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ തീരെ മോശമാണെന്നോ തീരെ ഹാർഡാണെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാൽ സസ്പെൻഷൻ ഓക്കെയാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു കട്ടേഴ്സിലൊക്കെ ചാടി കയറുകയാണെങ്കിലും നമുക്ക് അത്രയും വലിയൊരു ഒലച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഡ്രൈവ് മോഡ്സുകൾ മാറിക്കഴിയുമ്പോൾ സ്പോർട്ട് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷേ ഫ്യൂല് കത്തുന്നത് നമ്മൾ അറിയത്തില്ല. ഫ്യൂല് കത്തി ഇനി 35 കിലോമീറ്റർ കൂടെ ഓടാനുള്ളൂ. ഒരുപാട് കത്തിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഒത്തിരി കത്തിച്ചു. ഏതായാലും സംഗതി കൊള്ളാം. മൈലേജിൻ്റെ കാര്യം നോക്കിയിട്ടൊക്കെ എടുക്കാനാണെങ്കിൽ വാഹനം എടുക്കരുത്. പക്ഷേ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലക്ഷറീസ് ഫീച്ചറും തരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല സ്റ്റെബിലിറ്റി തരുന്നുണ്ട്, നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ട് തരുന്നുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി വാഹനം തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് പാർക്കിങ്ങിൻ്റെ അസിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൃത്യമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയയിൽ ഇത് കൃത്യമായിട്ട് പാർക്ക് ചെയ്ത് തരും. അല്ലാത്തൊരു പക്ഷം നല്ലൊരു പാർക്കിംഗ് നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ പല ടൈമായിട്ട് തന്നെ ഇത് ചെയ്ത് നോക്കി. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണ് അവസാനം നല്ല ലൈൻസ് ഉണ്ടെങ്കിൽ മാത്രം കൃത്യമായിട്ട് പാർക്കിംഗ് കിട്ടുന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റും രേഖപ്പെടുത്തേക്ക്. അതുപോലെ തന്നെ കമ്പനി ക്ലെയിം ചെയ്യുന്ന വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി 14.8 ആണ്. എന്നാൽ നിലവിൽ സാധാരണ ചിലർക്ക് 11-12 മാക്സിമം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10 താഴെ പോയിട്ടുള്ളവരുണ്ട്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ കൂടുതലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് 6.8ഉം 5.8ഉം ഒക്കെയാണ്. അത് ഞാൻ ആ രീതിക്ക് റിവ്യൂ ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു വാഹനം, അതായത് ഒരു 2 ലിറ്റർ എഞ്ചിനുള്ളൊരു വാഹനം നമ്മുടെ കിട്ടിക്കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഓടിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി വേണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഈ ഒരു മോഡിലോട്ട് വന്നിട്ട് കാര്യമില്ല. കംഫോർട്ടും ഒരു ബോഷ് ഇതായിട്ട് നടക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഒരു ആപ്റ്റായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. പ്രത്യേകിച്ച് സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 9 എയർ ബാഗ് വരുന്ന വാഹനമാണ്. അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ 9 എയർ ബാഗ്സ് വരുന്ന ഒരു നല്ലൊരു സംഗതിയാണ്. അതുപോലെ തന്നെ ബാക്കിലിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതായത് ഈ സൺറൂഫിങ് അറ്റം വരെ വരുന്നുള്ളതുകൊണ്ട് ഈ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കുമ്പോൾ നല്ല രീതിക്ക് എനിക്ക് വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ബാക്ക് റോയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും കിട്ടുന്നില്ലെങ്കിൽ പോലും സംഗതി അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു പോർഷൻ വരെ ഓപ്പൺ ആകത്തുള്ളൂ. അതൊരു നെഗറ്റീവ് സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ടിൻഡഡ് ഗ്ലാസ് ആണ്. നമുക്ക് കാണുമ്പോൾ പറയാം ടിൻഡഡ് ഗ്ലാസ് ആണ്. കുറച്ചുകൂടെ ഒന്ന് ടിൻഡഡ് ആക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നല്ലൊരു കൂളിംഗ് ഒക്കെ കൂടെ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ക്ലോത്ത് കൊടുക്കുന്നതിൻ്റെ കാര്യം. ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റോൾ ചെയ്ത് ബാക്കി വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി. കാരണം ഇതിപ്പോൾ റോൾ ചെയ്ത് ഈ ഒരു പോർഷനകത്ത് വെക്കാൻ സാധിക്കും. പക്ഷേ ക്ലോത്ത് അല്ല, എന്തെങ്കിലും ഒരു ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ അതുപോലെ ബാക്കിലോട്ട് പോകാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ടിൽ കാണിച്ചതുപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഒരു വാഹനത്തിൽ കിട്ടുന്ന ഒരു ഫീച്ചറും കൂടി ഞാൻ പറഞ്ഞു തന്നെ. ഒരു നെഗറ്റീവ് പറയുമ്പോൾ ഒരു പോസിറ്റീവ് കൂടെ പറയണമല്ലോ. ബാക്കിൽ പിള്ളേർക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ലോക്ക് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടുന്ന് അൺലോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് തുറന്നാൽ മാത്രം എനിക്ക് ഇറങ്ങി പോരാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒന്ന് തുറന്നാൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ചൈൽഡ് ലോക്കിൻ്റെ സ്വിച്ച്. ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്.